കാണാം കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം നമ്മൾ ഇന്നലെ അവസാനം ഒരു ക്ലാസ് ഇംബാലൻസിന്റെ ആ ഒരു പ്രോബ്ലം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. നമ്മളൊരു കുറച്ച് മോഡലൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് നോക്കി. നമ്മൾ ഭയങ്കരമായ ആക്യുറസി കിട്ടുന്നു. ഈവൻ ടെസ്റ്റിംഗ് സെറ്റിലും ഭയങ്കരമായ ആക്യുറസി കിട്ടുന്നു. അപ്പൊ അതൊരു ഒരു ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഈ അക്യുറസി എന്ന് പറയുന്നത് വെൻ ദർ ഇസ് എ ക്ലാസ് ഇംബാലൻസ് പ്രോബ്ലം. അപ്പൊ എന്താണ് ഈ ക്ലാസ് ഇംബാലൻസ് എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞായിരുന്നു. അതായത് ബേസിക്കലി നമ്മുടെ ടാർഗറ്റ് വേരിയബിളിലുള്ള ഏതെങ്കിലും ഒരു ക്ലാസ് അതർ ക്ലാസ്സിനേക്കാളും വളരെ കുറവാണെങ്കിൽ വി ഹാവ് ലൈക്ക് മൈനോറിറ്റീസ് ആൻഡ് മെജോറിറ്റീസ്. അതാണ് ഈ ബേസിക്കലി ക്ലാസ് ഇംബാലൻസ് പ്രോബ്ലം. അപ്പം നമ്മുടെ ട്രെയിനിങ് സെറ്റിലുള്ള ഈ കിഡ്നി ഡിസീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ വേരിയബിൾ, അതാണല്ലോ നമ്മുടെ ടാർഗറ്റ് വേരിയബിൾ. അതിന്റെ അകത്ത് വി ഫൗണ്ട് ദാറ്റ് പേഷ്യൻസ് ഹു ഹാവ് എ പോസിറ്റീവ് ഹിസ്റ്ററി ഓഫ് കിഡ്നി ഡിസീസ് ഈസ് ഓൺലി 3.6% ഓഫ് ദ ഡേറ്റ. അത് ആക്ച്വലി ഭയങ്കര സ്ക്യൂഡ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണ്. 3.6 എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് വെരി skewed. So, and in almost all cases, this positive class, അതായത് നമ്മൾ ഏത് ക്ലാസ്സിന് ഏതാണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ക്ലാസ്, അതായത് ഇവിടെ നമ്മുടെ റിസ്ക് ഫോർ കിഡ്നി ഡിസീസ് ഫോർ ദാറ്റ് ക്ലാസിഫിക്കേഷൻ ഫോർ കിഡ്നി ഡിസീസ്, അതാണല്ലോ നമ്മുടെ പോസിറ്റീവ് ക്ലാസ്. അപ്പം യൂഷ്വലി ദാറ്റ് പോസിറ്റീവ് ക്ലാസ് ഇസ് ദ മൈനോറിറ്റി ക്ലാസ് ഇൻ മോസ്റ്റ് സെനാരിയോസ്. അപ്പം നമ്മൾ ഇത് ഡീൽ ചെയ്തില്ലെങ്കിൽ ഇതിന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇന്നലെ കണ്ട പോലെ തന്നെ നമ്മൾ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അതിന്റെ അകത്തോട്ട് അതിന്റെ ഇവാലുവേഷൻ മെട്രിക്സ് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല ഇതിനെപ്പറ്റി. നമുക്ക് അറിയത്തില്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ നോക്കുമ്പോൾ വെരി ഹൈ ആക്യുറസി കിട്ടുന്നു, ഓക്കെ കൊള്ളാലോ എന്ന് കരുതും. പക്ഷേ യു ഷുഡ് നെവർ ബി മിസ്ലെഡ് ബൈ ദാറ്റ് സെനാരിയോ. അപ്പൊ അതെങ്ങനെ ഡീൽ ചെയ്യാമെന്നുള്ളത്, അതിന് ആക്ച്വലി കുറെ മെത്തേഡ്സ് ഉണ്ട്. ദീസ് 5 ആർ ലൈക്ക് വെരി കോമൺലി യൂസ്ഡ് മെത്തേഡ്സ്. സോ ഒന്ന് നമ്മൾ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അണ്ടർ സാമ്പിളിംഗ് ആണ്. അണ്ടർ സാമ്പിളിംഗും ഓവർ സാമ്പിളിംഗും ഇറ്റ്സ് വെരി സിമ്പിൾ കൺസെപ്റ്റ്. അതായത് അണ്ടർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ മെജോറിറ്റി ക്ലാസ്സിലുള്ള കുറച്ച് റെക്കോർഡ്സ് റാൻഡംലി നമുക്ക് റിമൂവ് ചെയ്യുക ഈ ട്രെയിനിങ് സെറ്റിൽ. അപ്പൊ മെജോറിറ്റി ക്ലാസ്സിൽ നിന്ന് കുറച്ച് റിമൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ മൈനോറിറ്റി ആൻഡ് മെജോറിറ്റി നമുക്കൊരു ഇച്ചിരി കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് പറ്റും. ഓവർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ തിരിഞ്ഞ സാധനം. അതായത് മൈനോറിറ്റി ക്ലാസ്സിൽ നമ്മൾ ന്യൂ ഇൻസ്റ്റൻസ് ആഡ് ചെയ്യുക എന്ന് പറയും. ന്യൂ ഇൻസ്റ്റൻസ് ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ അപ്പൊ അതെങ്ങനെയാണ് ന്യൂ ഇൻസ്റ്റൻസ് ആഡ് ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഓവർ സാമ്പിളിംഗ് ഈ ഒരു കോൺടെസ്റ്റിൽ ഓവർ സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ഈവൻ ഡ്യൂപ്ലിക്കേറ്റ്സ് ഓഫ് ദ എക്സിസ്റ്റിംഗ് മൈനോറിറ്റി ക്ലാസ്സസ്. അപ്പൊ അത് ഈ ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് അത്രയ്ക്ക് പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു മെത്തഡോളജി അല്ല. അത് അങ്ങനെ ആരും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ബട്ട് റിമെമ്പർ ദ ടേം ദാറ്റ് ദർ ഈസ് എ പ്രോസസ് കോൾഡ് ഓവർ സാമ്പിളിംഗ്. അണ്ടർ സാമ്പിളിംഗ് ഞാൻ ആക്ച്വലി ഞങ്ങളുടെ പല പ്രോജക്റ്റിലും അണ്ടർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞ ഈ ടെക്നിക്കാണ് ഉപയോഗിക്കുന്നത്. ബട്ട് വി ആർ നോട്ട് റിമൂവിംഗ് ദ ഇൻസ്റ്റൻസസ് ഓഫ് മെജോറിറ്റി ക്ലാസ് റാൻഡംലി, ബട്ട് ഇൻസ്റ്റഡ് വി യൂസ് സം അതർ ടെക്നിക്സ് കോൾഡ് മാച്ചിങ്. അതായത് ഓരോ കേസിനും മാച്ച് ആയിട്ടുള്ള കൺട്രോൾസ് മാത്രം സെലക്ട് ചെയ്ത് മൈനോറിറ്റി ടു മെജോറിറ്റി ക്ലാസ് 50-50 അല്ലെങ്കിൽ 1:1 പ്രൊപ്പോർഷനിലാക്കുക. അപ്പം കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ കൂടുതലും പ്രോജക്റ്റ് ഈ റിയൽ വേൾഡ് ഡാറ്റ, അതായത് മെഡിക്കൽ ക്ലെയിംസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഡാറ്റ, ഇതിന്റെ അകത്ത് വരുമ്പം യൂഷ്വലി വി ഗെറ്റ് എ ലോട്ട് ഓഫ് ഡാറ്റ. അതായത് ഈ 10,000 എന്ന് പറയുന്നതിന് പകരം വി ഗെറ്റ് ലൈക്ക് 100,000 ഈവൻ മില്യൺസ്. അത്രയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ട്രെയിനിങ് സെറ്റിന്റെ ഒക്കെ സൈസുകൾ. അപ്പൊ അവിടെ കൂടുതലും എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ഇഫ് വി ആർ ആക്ച്വലി ഗോയിങ് ടു ഡു എ കേസ് കൺട്രോൾ പ്രഡിക്ഷൻ, ജസ്റ്റ് ദ സെയിം തിങ് ലൈക്ക് വാട്ട് വി ആർ ഡൂയിങ് റൈറ്റ് നൗ, കേസ് കൺട്രോൾ ക്ലാസിഫിക്കേഷൻ ആണ് ഉദ്ദേശമെങ്കിൽ നമുക്ക് ആക്ച്വലി കൺട്രോൾസ് എന്ന് പറയുമ്പോൾ നമുക്ക് വി വിൽ ഗെറ്റ് എ വെരി ഹ്യൂജ് പോൾ ഓഫ് കൺട്രോൾസ്. ഇപ്പം അപ്പൊ ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെയാണ് കൺട്രോൾസിനെ അണ്ടർ സാമ്പിൾ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യെസ് വി ക്യാൻ ഡു ഇറ്റ് ബൈ എ റാൻഡം സാമ്പിളിംഗ്, ബട്ട് there is a much better method of doing undersampling by way of an intelligent way to remove the controls that are not closely matched with our cases. അപ്പൊ ഇത് മാച്ചിങ് പ്രോസസ്സ് രാമൻകുട്ടി സാറിനൊക്കെ ഓൾറെഡി അറിയാവുന്നതായിരിക്കും. ഈ എപ്പിഡെമിയോളജിയിലൊക്കെ ഉള്ള ഈ 1:1 കേസ് കൺട്രോൾ മാച്ചിങ് എന്ന് പറയുന്നത് അത് തന്നെയാണ് അത് ഉപയോഗിക്കുക. അപ്പൊ അത് ഞങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ഈ അണ്ടർ സാമ്പിളിംഗ് വിത്ത് മാച്ചിങ്. പിന്നെ ഉള്ളത്
റോസ് എന്ന് പറയുന്നത് റോസ് ആൻഡ് സ്മോട്ട്. ഇത് രണ്ടും റിലേറ്റീവ്ലി ന്യൂ കൺസെപ്റ്റ്സ് ആണ്. അതായത് ഇത് ഒരു 10-20 വർഷത്തിൽ കൂടുതലൊന്നും ആയിട്ടില്ലെന്നാണ് തോന്നുന്നു. ഇത് സ്മോട്ട് എനിക്ക് തോന്നുന്നത് ഈ ഡെക്കേഡിൽ തന്നെ വന്നൊരു ടെക്നിക്കാണ്. റോസ് ഐ തിങ്ക് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ഓൾഡർ ദാൻ സ്മോട്ട്. റോസ് മീൻസ് റാൻഡം ഓവർ സാമ്പിളിംഗ് എക്സാമ്പിൾസ്. അപ്പൊ ഇതൊരു ഓവർ സാമ്പിളിംഗ് ടെക്നിക്ക് തന്നെയാണ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് duplicating. It is basically not exact duplicates it is adding as the minority class. It will basically add some classes that will not cause any bias. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡോളജി കൂടെയാണ് അത് ഓവർ സാമ്പിൾ ചെയ്യുന്നത്. പക്ഷെ അതും അത്രയ്ക്കൊരു നല്ലൊരു പെർഫോമൻസ് ആയിട്ട് പലരും പറഞ്ഞിട്ടില്ല. ഞാനത് ഉപയോഗിച്ചിട്ടുമില്ല. സ്മോട്ട് എന്ന് പറയുന്നത് ഇച്ചിരി പോപ്പുലർ ആയിട്ടുള്ള ടെക്നിക്കാണ്. ഇത് ബേസിക്കലി സിന്തറ്റിക് മൈനോറിറ്റി ഓവർ സാമ്പിളിംഗ് ടെക്നിക്, അതാണ് ഇതിന്റെ പേര്. അതിന്റെ ഈ സ്മോട്ടിന്റെ ഒരു ഡീറ്റെയിൽ നമ്മൾ അടുത്ത സ്ലൈഡിൽ പോകുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ആൻഡ് ബട്ട് നോട്ട് ലീസ്റ്റ് ഈസ് കോസ്റ്റ് സെൻസിറ്റീവ് ട്രെയിനിങ്. ഇപ്പം കോസ്റ്റ് സെൻസിറ്റീവ് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് അണ്ടർ സാമ്പിളിങ്ങോ ഓവർ സാമ്പിളിങ്ങോ ഒന്നുമില്ല. അതായത് ഇതിന് മുകളിലുള്ള ഈ 4 മെത്തേഡുമായിട്ടും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മെത്തഡോളജിയാണ്. ഇത് ബേസിക്കലി തന്നെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇതിന് കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ക്ലാസ്സിൽ നമ്മൾ ഇതിന്റെ കോസ്റ്റ് ഫംഗ്ഷനെ പറ്റി പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഓരോ ഇറ്ററേഷനിലും we will compute an error between using the predicted values and the actual values. We can get some information about how far is our prediction is from the ground truth. അപ്പൊ അതാണ് നമ്മുടെ എറർ. അപ്പൊ ആ കോസ്റ്റ് ഫംഗ്ഷൻ വെച്ചാണ് ഈ എറർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഈ എറർ മൈനോറിറ്റി ക്ലാസ്സിൽ ഒക്കർ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് നമ്മൾ കൂടുതൽ ആ പ്രോസസ്സിനെ പീനലൈസ് ചെയ്യും. അപ്പൊ ആ പ്രോസസ്സിനെ കൂടുതൽ പീനലൈസ് ചെയ്യുകയാണ് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഈ പാരാമീറ്ററിന്റെ ബേസിക്കലി പാരാമീറ്റർ ഒപ്റ്റിമൈസേഷൻ ആണല്ലോ ഇതിന്റെ എല്ലാം. അപ്പൊ ആ ഒപ്റ്റിമൈസേഷൻ നടക്കുമ്പോൾ കൂടുതൽ മൈനോറിറ്റി ക്ലാസ്സിലാണ് എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വി വിൽ ആഡ് സം വെയിറ്റ് ടു ദാറ്റ് എറർ. അതായത് ഇപ്പം നമുക്കൊരു വാല്യൂ, ഇപ്പൊ ഒരു എറർ വാല്യൂ ഈസ് ഈക്വൽ ടു 2 ഫോർ എ മൈനോറിറ്റി, ആൻഡ് ലെറ്റ്സ് ഇമാജിൻ അനദർ സെനാരിയോ ഫോർ എ മെജോറിറ്റി ക്ലാസ് ഓൾസോ ദ എറർ ഈസ് 2. കോസ്റ്റ് സെൻസിറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് മൾട്ടിപ്ലൈയിങ് ദാറ്റ് എറർ ബൈ സം കോൺസ്റ്റന്റ് വാല്യൂ. അപ്പൊ ആ കോൺസ്റ്റന്റ് വാല്യൂ യൂഷ്വലി you can think of it like, you can even think of it like giving some random values, like penalize minority class 100 times more than the majority class. അപ്പൊ അങ്ങനെ വേണമെങ്കിലും പറയാം. ബട്ട് യൂഷ്വലി വാട്ട് ഈസ് ഡൺ ഈസ് ഇറ്റ് ഈസ് ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻവേഴ്സ് ഓഫ് ദ ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ്സസ്. അതായത് ഈ മൈനോറിറ്റി ക്ലാസിന്റെ ഫ്രീക്വൻസിയും മെജോറിറ്റി ക്ലാസിന്റെ ഫ്രീക്വൻസിയും എടുക്കുമ്പോൾ മെജോറിറ്റി ക്ലാസിന്റെ ഫ്രീക്വൻസി ആയിരിക്കുമല്ലോ കൂടുതൽ, കാരണം ദാറ്റ് ഈസ് വൈ ദർ ഇസ് എ ക്ലാസ് ഇംബാലൻസ്. ആ സെയിം ഫ്രീക്വൻസി വി വിൽ ആഡ് ഇറ്റ് ആസ് എ വെയിറ്റ് ഓർ ദ പെനാൽറ്റി ഫോർ ദ മൈനോറിറ്റി എറർ, ആൻഡ് ഫോർ ദ മെജോറിറ്റി ക്ലാസ് എറർ വി വിൽ ജസ്റ്റ് ടേക്ക് ദ ഫ്രീക്വൻസി ഓഫ് ദ മൈനോറിറ്റി ക്ലാസ്. അപ്പൊ ആ ഒരു പ്രോസസ്സാണ് സാധാരണ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ കൂടുതൽ പീനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പാരാമീറ്റർ ഒപ്റ്റിമൈസേഷൻ വിൽ ഗെറ്റ് ലിറ്റിൽ ബിറ്റ് ബെറ്റർ ഇൻ ദാറ്റ് it will not basically try to converge the optimization even before everything is considered for the prediction. അപ്പൊ അതാണ് ഈ കോസ്റ്റ് സെൻസിറ്റീവ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഈ സ്മോട്ട് ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു സിന്തറ്റിക് മൈനോറിറ്റി ഓവർ സാമ്പിളിംഗ് ടെക്നിക്ക്. അപ്പൊ ഇതൊരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അതിന്റെ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിക്കാനായിട്ട് മാത്രം. അതായത് ബേസിക്കലി ഇത് 2 വേരിയബിൾ നമുക്ക് കൊണ്ടുവന്ന് വരും. ഇതൊരു ഐറിഷ് ഡാറ്റാ സെറ്റ് എന്ന് പറഞ്ഞ ആറിലുള്ള ഒരു വളരെ ഫേമസ് ഡാറ്റാ സെറ്റിന്റെ ഒരു റെപ്രസെന്റേഷൻ ആണ്. അതായത് ഒരു ഫ്ലവറിന്റെ സീപ്പൽ ലെങ്തും സീപ്പൽ വെഡ്ത്തും ആണ് ഇവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത്. അപ്പൊ ഈ ഓരോ പോയിന്റും ഇവിടെ നിങ്ങൾ കാണുന്നത് there are 2 species of flowers. അപ്പൊ ഈ ഗ്രീൻ ഡോട്ട്സ് എന്ന് പറയുന്നത് മെജോറിറ്റി ക്ലാസ് ആണ്, ഇതാണ് മൈനോറിറ്റി ക്ലാസ്. ദിസ് സ്പീഷ്യസ് ഫ്ലവർ is actually a minority and this is basically a majority. അപ്പം ഈ സ്മോട്ടിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മൈനോറിറ്റിയിലുള്ള ഓരോ ഡാറ്റാ പോയിന്റിന്റെയും നിയറസ്റ്റ് നെയ്ബേഴ്സ് കണ്ടുപിടിക്കാം. അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ്, അങ്ങനെ ഓരോന്നും കണ്ടുപിടിച്ചിട്ട്
വി ആക്ച്വലി യൂസ് കെ നിയറസ്റ്റ് നെയ്ബേഴ്സ് ഫോർ ദാറ്റ്. കെ നിയറസ്റ്റ് നെയ്ബർ നമ്മൾ നേരത്തെ അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ അത് നമ്മൾ അതിനെ ഇമ്പ്യൂട്ടേഷനെ പറ്റി പറഞ്ഞായിരുന്നു. വി ഓൾസോ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഈവൻ ഫോർ ഔട്ട്ലെയർ. ഈ KNN എന്ന് പറയുന്നത് വളരെ ഒത്തിരി സ്ഥലങ്ങളിൽ എപ്പോഴും നിങ്ങൾ കേൾക്കുന്ന ഒരു പേരായിരിക്കും. അത് ഒത്തിരി ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. അപ്പൊ ഈ ഇവിടെ നമ്മൾ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചിട്ട് ബിറ്റ്വീൻ ദ നിയറസ്റ്റ് നെയ്ബേഴ്സ് സ്മോട്ട് വിൽ ആക്ച്വലി ട്രൈ ടു ആഡ് സം സിന്തറ്റിക് സാമ്പിൾസ്. അപ്പൊ അതാണ് ബേസിക്കലി സ്മോട്ടിന്റെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ. അപ്പൊ ഇപ്പം ഈ രണ്ടാമത്തെ ഇത് നോക്കുമ്പോൾ ഈ പുതിയ കുറെ ചുവന്ന നിറത്തിലുള്ള പോയിന്റ്സ് കിട്ടിയല്ലോ. അപ്പൊ ഈ അതാണ് ബേസിക്കലി യുവർ സിന്തറ്റിക് മൈനോറിറ്റി ഇൻസ്റ്റൻസസ്. സോ ദീസ് ആർ ഓൾ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, or in our case it would be like artificial patients, but it is produced in such a way that it will not cause much bias to the training algorithm. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഡെഫിനേഷൻ നോക്കുവാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഓവർ സാമ്പിളിംഗ് ടെക്നിക്ക് തന്നെയാണ്. കാരണം നമ്മൾ മൈനോറിറ്റി ക്ലാസ്സിനെ ഓവർ സാമ്പിൾ ചെയ്യുകയാണ്. പക്ഷെ ഇത് സിംപ്ലി ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ഏതെങ്കിലും ഒരു റാൻഡം ഒബ്സർവേഷൻ എടുത്തിട്ട് അതിന്റെ ഒരു 5 ഡ്യൂപ്ലിക്കേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക. അതല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇച്ചിരി കൂടെ ഇന്റലിജന്റ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കലി റോബസ്റ്റ് ആയിട്ടാണ് ആ ഒരു ഓവർ സാമ്പിളിങ് നടക്കുന്നത്. അപ്പൊ ഇതാണ് സ്മോട്ടിന്റെ ഒരു എസെൻഷ്യൽ പ്രിൻസിപ്പിൾ. പിന്നെ ഒരു കാര്യം ഇതിന്റെ ഓർക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്മോട്ട് ഈസ് ആക്ച്വലി നോട്ട് ജസ്റ്റ് ലിമിറ്റഡ് ടു ഓവർ സാമ്പിളിംഗ് ഓഫ് മൈനോറിറ്റി ഇൻസ്റ്റൻസസ്. അതായത് പേര് സിന്തറ്റിക് മൈനോറിറ്റി ഓവർ സാമ്പിളിംഗ് ടെക്നിക്ക് എന്നാണെങ്കിലും ഈ പ്രോസസ്സിൽ ആക്ച്വലി വി ക്യാൻ അണ്ടർ സാമ്പിൾ ദ മെജോറിറ്റി ഇൻസ്റ്റൻസസ് ടു. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഹൈബ്രിഡ് അപ്രോച്ച് എന്നാണ് ജനറലി നമുക്ക് വിളിക്കാൻ പറ്റുന്നത്. ഈ അണ്ടർ സാമ്പിളിംഗ് മെജോറിറ്റി ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് സിമ്പിൾ. ദാറ്റ് ഈസ് ബേസിക്കലി യു ആർ ജസ്റ്റ് എക്സ്ക്ലൂഡിങ് സം മെജോറിറ്റി ഇൻസ്റ്റൻസസ് ഓൾസോ. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. മെജോറിറ്റി ക്ലാസ് വേണേൽ റിമൂവ് ചെയ്യണോ അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് മാത്രമേ റിമൂവ് ചെയ്യാവുള്ളൂ, അതൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പാരാമീറ്റർ ആണ്. ബട്ട് റിമെമ്പർ ദാറ്റ് സ്മോട്ട് ഈസ് ജസ്റ്റ് നോട്ട് അബൌട്ട് ഓവർ സാമ്പിളിംഗ്, ബട്ട് ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് അണ്ടർ സാമ്പിളിംഗ് ദ മെജോറിറ്റി ക്ലാസ്സസ് ഓൾസോ. അപ്പൊ അത് നമുക്ക് നമ്മുടെ ആ കോഡിലോട്ട് പോവുകയാണെങ്കിൽ സൂം ചെയ്യട്ടെ. ഓക്കെ, നമ്മൾ ഇന്നലെ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ROC കർവ് വരെയാണ് കണ്ടതെന്ന് തോന്നുന്നു. ഓക്കെ, സോ ലെറ്റ് മീ റൺ ഇറ്റ് ഫ്രം ഹിയർ. ഇത് നമ്മൾ ഇന്നലെ ഇത് ചെയ്ത് തന്നെയാണ് നമ്മൾ ROC കർവ് ജനറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ഇന്നലെ ഈ 3 മോഡൽസ് ട്രെയിൻ ചെയ്തായിരുന്നല്ലോ. അപ്പൊ അതിന്റെ അകത്ത് വി ആക്ച്വലി ഫൗണ്ട് ദാറ്റ് റാൻഡം ഫോറസ്റ്റ് ഇമ്പ്യൂട്ടേഷൻ ഹാഡ് എ ബെറ്റർ AUC ദാൻ ദ അതർ ഡിഫറെന്റ് imputation techniques. Accuracy was always all same for all the 3 models, but the AUC was little bit different. അധികം ഇരുതല്ല, but it was still better than the other 2 methods. അപ്പോൾ ഇപ്പം ഈ നമ്മളിപ്പോൾ സ്മോട്ടിനെ പറ്റിയും ഈ ഓവർ സാമ്പിളിങ്ങിനെ പറ്റിയും ഒക്കെ പറഞ്ഞു. അപ്പൊ ഈ ക്ലാസ് ഇംബാലൻസ് പ്രോബ്ലം ഡീൽ ചെയ്യാനായിട്ടുള്ള ഈ ഒരു കോസ്റ്റ് സെൻസിറ്റീവ് ലേണിംഗിന്റെ this is actually not really cost sensitive learning, but I think if you remember ഈ മെട്രിക് എന്ന് പറയുന്ന മെത്തേഡ് നമ്മൾ കഴിഞ്ഞ തവണ ഉപയോഗിച്ചത് അക്യുറസി എന്ന് പറയുന്ന ഒരു ടേം ആയിരുന്നു. അതായത് ഇതിന്റെ മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ട്രെയിനിങ് നമുക്ക് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ഈ മെട്രിക് ഈക്വൽ ടു അക്യുറസി എന്നാണ് ഉപയോഗിച്ചത്. ഇതൊന്ന് ഡേറ്റ ഒന്ന് ലോഡ് ചെയ്യട്ടെ. കുറെ റൺ ചെയ്തുകൊണ്ട് പാരാമീറ്റേഴ്സ് ഒക്കെ മിസ്സായി കാണും. അപ്പൊ ഈ അക്യുറസി എന്നുള്ള ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് ഇംബാലൻസിൽ ആക്ച്വലി ഇറ്റ് ഈസ് ആക്ച്വലി വെരി ബാഡ് പാരാമീറ്റർ ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് എ മെഷീൻ ലേണിംഗ് മോഡൽ.
അപ്പം നമ്മൾ ഇന്നലെ ചെയ്തത്, നമ്മൾ ആദ്യം ഫിറ്റ് കൺട്രോൾ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തു. വി ഡിഫൈൻഡ് എ 5-fold സിമ്പിൾ ക്രോസ് വാലിഡേഷൻ. അത് കഴിഞ്ഞ് നമ്മൾ 3 മോഡൽ ഇങ്ങനെ ട്രെയിൻ ചെയ്തു. ML മോഡൽ 1.1, 2.1, 3.1. അപ്പൊ ഇതിന്റെ അകത്ത് 3ലും നമ്മൾ ഈ മെട്രിക് ഈക്വൽ ടു അക്യുറസി എന്നും പറഞ്ഞാണ് കൊടുത്തത്. അപ്പൊ ഈ മെട്രിക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ ഈ മെട്രിക് ഈക്വൽ ടു ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇറ്ററേഷനിലും ദ അൽഗോരിതം വിൽ ട്രൈ ടു മാക്സിമൈസ് ദ അക്യുറസി. അങ്ങനെയാണ് അതിന്റെ ആ പാരാമീറ്റർ വാല്യൂസ് അപ്ഡേഷൻ നടക്കുന്നത്. അപ്പം നമുക്ക് വേറെ മാർഗങ്ങളുണ്ട് ഈ അക്യുറസി അല്ലാത്ത ഇത്. അതിന്റെ അകത്ത് ഒന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ROC എന്ന് പറയുന്ന റിസീവർ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പൊ ആ ഒരു കീവേഡും നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതും ക്ലാസ് ഇംബാലൻസിന് മൈറ്റ് ബി സംടൈംസ് ഇറ്റ് വിൽ ഓൾസോ വർക്ക്. കാരണം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ROCയിൽ സംഭവിക്കുന്നത് എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ അപ്ഡേഷനിലും ട്രെയിനിങ് നടക്കുമ്പോൾ, അപ്ഡേഷൻ നടക്കുമ്പോൾ it is not trying to increase the accuracy, rather it is trying to increase the area under the care of the receiver operating characteristic curve. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു, AUC also is not a very good method to evaluate the machine learning model when there is class imbalance, but it is still far better than accuracy. അപ്പം നമുക്ക് അതും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പൊ നമുക്ക് അവിടം വരെ ഒന്ന് പോകാം. അപ്പൊ നമ്മൾ കുറെ കൺഫ്യൂഷൻ മാട്രിക്സ് അതിനെപ്പറ്റി ഇന്നലെ പറഞ്ഞായിരുന്നു. വി ഫൗണ്ട് AUC. So this is basically the AUC of our first model, 0.7604. രണ്ടാമത്തെ വന്നപ്പം it's 7614. It's like this is 7591. അപ്പൊ അതായത് രണ്ടാമത്തെ അതാണ് ഇച്ചിരി കൂടെ ഒരു ബെറ്റർ ക്ലാസ് ഓഫ് പ്രോബബിലിറ്റീസ് നമുക്ക് അത് വന്നത്. അപ്പൊ അതാണ് AUC ഇച്ചിരി സ്ലൈറ്റ്ലി ബെറ്റർ ദാൻ ദ അതർ ടു. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റാൻഡം ഫോറസ്റ്റ് ഇമ്പ്യൂട്ടേഷൻ. അപ്പൊ ഇനിയിപ്പം നമുക്ക് ഈ ROC വെച്ചും കൂടെ നമുക്ക് ട്രെയിൻ ചെയ്യാം. അപ്പൊ ഞാനൊരു ഫിറ്റ് കൺട്രോൾ ഡോട്ട് ROC എന്ന് പറയുന്ന വേറൊരു ട്രെയിൻ കൺട്രോൾ മെത്തേഡ് ഡിഫൈൻ ചെയ്യുകയാണ്. അപ്പൊ അതിന്റെ അകത്ത് ഇത് രണ്ടും സെയിം ആണ്. ഈ മെത്തേഡ് ഈക്വൽ ടു CV, ദാറ്റ് ഈസ് സ്റ്റിൽ k-fold cross validation. Here it is 5-fold cross validation. But here you actually have to give class probabilities equal to true. നമ്മൾ ഇന്നലെ അത് ഫോൾസ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് പ്രോബബിലിറ്റി ഉണ്ടെങ്കിൽ, പ്രോബബിലിറ്റി വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് AUC കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതിൽ ബൈ ഡിഫോൾട്ട് ഈ ട്രെയിൻ കൺട്രോൾ ഫംഗ്ഷൻ റൺ ചെയ്യുമ്പോൾ ആ വാല്യൂസ് റിട്ടേൺ ചെയ്തില്ല. അപ്പൊ അത് നമ്മൾ ട്രൂ എന്ന് കൊടുത്താലേ നമുക്ക് ആ ട്രെയിൻ ഫംഗ്ഷൻ അറിയത്തുള്ളൂ. ഓക്കെ, ഇതാണ് ദിസ് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ദിസ് പേഷ്യന്റ് ഓഫ് ഹാവിംഗ് കിഡ്നി ഡിസീസ് ഡ്യൂരിങ് ദിസ് ഇറ്ററേഷൻ. അപ്പൊ അതിന് ക്ലാസ് പ്രോബബിലിറ്റി ഈക്വൽ ടു ട്രൂ എന്ന് കൊടുക്കണം. പിന്നെ ഈ സമ്മറി ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ടെൽ ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി എ 2 ക്ലാസ് ഓർ ബൈനറി ക്ലാസ് പ്രോബ്ലം. അപ്പൊ അത് ഈ 2 ക്ലാസ് സമ്മറി എന്ന് പറയുന്നത് കീവേഡ് തന്നെയാണ്, നമ്മൾ ഒരിടത്തും ഡിഫൈൻ ചെയ്തൊന്നുമില്ല. അത് ബൈ ഡിഫോൾട്ട് വി ഹാവ് ടു ഗിവ് ഇറ്റ് ലൈക്ക് ദിസ്, ദെൻ ഓൺലി ഇറ്റ് വിൽ അണ്ടർസ്റ്റാൻഡ് that it is a binary classification problem, and then only we will be able to do the training using ROC metric. അപ്പൊ ഇപ്പം നമുക്ക് കാണാം, ഇത് നേരത്തെ ഇതെല്ലാം സെയിം തന്നെയാണ്, ഈ ഭാഗം എല്ലാം സെയിം തന്നെയാണ്. ബട്ട് ദ ലാസ്റ്റ് ദിസ് അഞ്ചാമത്തെയും ആറാമത്തെയും ആർഗ്യുമെന്റ് ചേഞ്ച് ചെയ്തു. അതായത് നേരത്തെ നമുക്കൊരു ഫിറ്റ് കൺട്രോളിന് മാത്രമുള്ളതായിരുന്നു, ഇപ്പൊ അത് ROC ആയി. അപ്പൊ ഇത് ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഓക്കെ. ഇത് തന്നെ, ഇതിന്റെ കാര്യം എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് വേരിയബിളില് ഇപ്പം നമ്മൾ ട്രെയിൻ $2 അപ്പൊ ആ വാല്യൂസ് നമ്മൾ ജസ്റ്റ് പ്രിന്റ് ചെയ്തു. ഈ പ്രിന്റ് ഇതിന്റെ അകത്ത് നമുക്ക് ഇത് കണ്ടോ, ഇതിന്റെ ലെവൽസ് ആക്ച്വലി ബൈ ഡിഫോൾട്ട് ഇറ്റ് ഈസ് ലൈക്ക് 0 and 1. അപ്പൊ ഈ ഇതൊരു ഫംഗ്ഷന് ഈ ROC എന്ന് പറയുന്നത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി റിട്ടേണിങ് എറർ. ആ എറർ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ് ഈസ് നോട്ട് എ വാലിഡ് വേരിയബിൾ നെയിം. അപ്പൊ അത് ശരിക്കും എന്താണ് അതിന്റെ കാരണം എന്ന് എനിക്കറിയത്തില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി റിയലി ലൈക്ക് ദാറ്റ്, ബട്ട് എനിവേ ദ ഫംഗ്ഷൻ mandates that we have to give some valid variable name for the levels instead of 0 and 1. എന്തെങ്കിലും ഒരു ക്യാരക്ടർ ആയിട്ട് വല്ല ഈ ക്ലാസ് 0 ക്ലാസ് 1 അതെന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഞാനപ്പം
അങ്ങനെ ചെയ്യുന്നു. അതായത് നമ്മുടെ ട്രെയിനിങ് സെറ്റും ഉണ്ട്, ടെസ്റ്റിംഗ് സെറ്റും ഉണ്ട്. രണ്ടിന്റെയും ലെവല് മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ. വാല്യൂസ് ഇറ്റ് വിൽ ബി ലൈക്ക് സ്റ്റിൽ 0 and 1. So we only have two levels. So we just changed the name from 0 and 1 to class 0 and class 1. അപ്പൊ ഇപ്പൊ ആ സെയിം സാധനം വീണ്ടും നമ്മളൊന്നും കൂടെ റൺ ചെയ്യും. അപ്പൊ ആ എറർ ഇപ്പം പോകേണ്ടതാണ്. നോക്കട്ടെ. ഇപ്പൊ അത് അതിന്റെ ട്രെയിനിങ് കഴിഞ്ഞു. കാരണം ജസ്റ്റ് 5-fold ക്രോസ് വാലിഡേഷൻ ആൻഡ് ദിസ് ഈസ് ബേസിക് ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ ആൻഡ് അവേഴ്സ് ഈസ് നോട്ട് എ വെരി ബിഗ് ഡാറ്റ സെറ്റ് ഓൾസോ. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ഫാസ്റ്റ്. അപ്പൊ അത് നമുക്ക് ആ മോഡൽ നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ instead of accuracy, what will it return is because it will basically return the ROC. This is actually AUC, the area under the curve, and also it will return the sensitivity and specificity. അപ്പൊ അതാണ് ഇവിടെ നടന്നത്. നേരത്തെ അവിടെ അക്യുറസി ഇതായിരുന്നു. അപ്പം ഈ മോഡൽ വെച്ചുകൊണ്ട് നമുക്കിത് പ്രഡിക്ഷനും ഇത് കമ്പ്യൂട്ട് ചെയ്തിട്ട് വി ക്യാൻ പ്രിന്റ് ദ കൺഫ്യൂഷൻ മാട്രിക്സ്. കൺഫ്യൂഷൻ മാട്രിക്സിൽ ഇപ്പം ഇവിടെ വന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യു ആർ സ്റ്റിൽ ഗെറ്റിംഗ് ദ സെയിം കൈൻഡ് ഓഫ് അക്യുറസി. ഇപ്പൊ ഇന്നലെയും ഇത് സെയിം കൺഫ്യൂഷൻ മാട്രിക്സ് ആയിരുന്നു അല്ലെ. ഇതുപോലെ ഈ 2 എന്നും പറഞ്ഞ് ആയിരുന്നു ഈ ബോട്ടം റോ. ആൻഡ് അവർ അക്യുറസി സ്റ്റിൽ ലൈക്ക് 96.38. അധികം ചേഞ്ചുകളൊന്നും വന്നിട്ടില്ല. ഇവിടെയൊന്നും അധികം ചേഞ്ച് വരാൻ പറ്റത്തില്ല. ബാലൻസ്ഡ് അക്യുറസി അഗൈൻ ഈസ് ആക്ച്വലി ക്വയറ്റ് ലോ, 51% ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ സെൻസിറ്റിവിറ്റി വളരെ കുറവാണ്. സ്പെസിഫിസിറ്റി ഈസ് വെരി ഹൈ ബിക്കോസ് ദിസ് ഈസ് എ ക്ലാസ് ഇംബാലൻസ് പ്രോബ്ലം. അതായത് ഒത്തിരി മൈനോറിറ്റി ക്ലാസ് ഉണ്ട്. നമ്മളെല്ലാം മൈനോറിറ്റി ക്ലാസ് ആണെന്ന് പറഞ്ഞാലും വി വിൽ സ്റ്റിൽ ഡിറ്റക്ട് 99% ഓഫ് ദ ട്രൂ നെഗറ്റീവ് കേസസ്. അതാണ് സ്പെസിഫിസിറ്റി വളരെ ഹൈ ആയിട്ട് ഇരിക്കുന്നത്. അപ്പൊ അത് അപ്പൊ നമുക്കത് ഇത് ചെയ്തതെന്ന് വെച്ചാൽ ROC മെട്രിക് ആയിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ ഒരു ഉപകാരം തന്നെ കിട്ടിയില്ല, റൈറ്റ്? അപ്പൊ അതാണ്. അപ്പൊ അതും ചില ഇൻസ്റ്റൻസിലൊക്കെ അതും യൂസ്ഫുൾ ആണ്. 3.6% ക്ലാസ് ഇംബാലൻസ് മേ ബി ലിറ്റിൽ ബിറ്റ് ഹയർ ഫോർ ദാറ്റ് മെത്തേഡ് ഓൾസോ. ഇവിടെ നമ്മൾ ആ അക്യുറസി മോഡല് സിംപ്ലി പ്രിന്റിംഗ് ദ അക്യുറസി മോഡൽ. ഓക്കെ, ഐ തിങ്ക് ഐ ജസ്റ്റ് ട്രൈഡ് ഇറ്റ് ഫോർ മൈ ഓൺ ടെസ്റ്റിംഗ്. ഓക്കെ, ഇത് നമ്മൾ ഇന്നലെ ഇത് കണ്ടു തന്നെയാണ്. അത് ആക്ച്വലി ഇതും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. ഇപ്പം ഇത് അക്യുറസി ആയിട്ട് ട്രെയിൻ ചെയ്തപ്പോഴും വി സ്റ്റിൽ ഗോട്ട് ദ സെയിം കൈൻഡ് ഓഫ് അക്യുറസി ആൻഡ് ഓൾ ദ അതർ വാല്യൂസ് ആർ ഓൾസോ സെയിം. അപ്പോൾ ഇവിടെ ഇനിയിപ്പം നമുക്ക് എങ്ങനെയാണ് ഈ സ്മോട്ട് ഉപയോഗിക്കുന്നത്? അപ്പൊ നമ്മൾ ഈ AUC വെച്ച് എറർ ഫംഗ്ഷനെ ട്യൂൺ ചെയ്യാൻ ശ്രമിച്ചിട്ടും നമുക്ക് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അവർ സെൻസിറ്റിവിറ്റി സ്റ്റിൽ വെരി വെരി ലോ. ഇറ്റ് ഈസ് ഓൺലി 2.4%. അതായത് ശരിക്കും കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസിൽ ഒരു 2.5% ആൾക്കാരെ മാത്രമേ ഇതിന് കണ്ടുപിടിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ അതാണ് ഈ സെൻസിറ്റിവിറ്റിയുടെ അർത്ഥം. അപ്പം നമുക്ക് സ്മോട്ട് എങ്ങനെയാ ട്രൈ ചെയ്യുന്നത് നോക്കാം. ഈ സ്മോട്ട് ട്രൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിറ്റ് കൺട്രോൾ ഓട്ടോ ROC നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഇത് K-fold ക്രോസ് വാലിഡേഷൻ, ക്ലാസ് പ്രോബിലിറ്റി ഈക്വൽ ടു ട്രൂ, സമ്മറി ഫംഗ്ഷൻ ഈക്വൽ ടു 2 ക്ലാസ് സമ്മറി. അപ്പൊ അതിന്റെ അകത്തോട്ട് നമ്മൾ സാമ്പിളിംഗ് എന്നും പറഞ്ഞൊരു ആർഗ്യുമെന്റും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ അത് ഇറ്റ് ഈസ് വെരി സിമ്പിൾ. നമുക്ക് ജസ്റ്റ് ആർഗ്യുമെന്റ് ആഡ് ചെയ്യാനായിട്ട് $സിമ്പിൾ ഉപയോഗിച്ച് $സാമ്പിളിംഗ് ദെൻ സ്മോട്ട് എന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പൊ അതിന് മനസ്സിലാവും, ഓക്കെ, ദ ട്രെയിനിങ് ഹാസ് ടു ബി ഡൺ യൂസിങ് സ്മോട്ട് ടെക്നിക്. അതായത് സ്മോട്ട് ഉപയോഗിച്ച് നമ്മൾ ഇതിനെ ട്രെയിൻ ചെയ്യിക്കണമെന്ന് ഇവിടെ നമ്മൾ ട്രെയിൻ കൺട്രോൾ അത് കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ അതൊരു മനസ്സിലാവും സ്മോട്ട് ഉപയോഗിക്കണമെന്ന്. സോ ഇംപ്ലിമെന്റേഷൻ ബൈ ഡിഫോൾട്ട് ഇംപ്ലിമെന്റേഷൻ ഇസ് ആക്ച്വലി പ്രറ്റി സിമ്പിൾ. ഇതിന്റെ എല്ലാം തിയറിയാണ് നമുക്ക് ഇച്ചിരി കൂടെ അറിഞ്ഞിരുന്നത്. ഏത് ഉപയോഗിക്കണം, എപ്പോഴായിരിക്കും നല്ലത്, അങ്ങനെയൊക്കെ ഇത് മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് പ്രോസസ് ആയതുകൊണ്ട് ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇതിനെല്ലാം നല്ല ഒരു ഇറ്റ് ഹാസ് ലൈക്ക് ഗുഡ് എമൗണ്ട് ഓഫ് ഓട്ടോമേഷൻ സോ ദാറ്റ് at a very implementation level this doesn't seem like a very big cumbersome task, especially if you are comfortable with R programming or Python programming. അപ്പൊ ഇനിയിപ്പം ഇതിന്റെ അകത്ത് ഓക്കെ, ഇതിന്റെ ഈ സാമ്പിളിങ്ങിന് വേറെയും മെത്തേഡ്സ് അവൈലബിൾ ആണ്, സ്മോട്ട് മാത്രമല്ല. അപ്പൊ നമുക്ക് ആ ട്രെയിൻ കൺട്രോൾ ഫംഗ്ഷന്റെ ഡോക്യുമെന്റേഷനിൽ പോവുകയാണെങ്കിൽ അത് കാണാൻ പറ്റും. ഇവിടെ സാമ്പിളിംഗ് എന്ന് പറഞ്ഞൊരു ആർഗ്യുമെന്റ് കാണണം. ഇതല്ലേ സാമ്പിളിംഗ് ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സിംഗിൾ വെക്ടർ വാല്യൂ, അതായത് ഒറ്റ വെക്ടർ വാല്യൂ ഡിസ്ക്രൈബിംഗ് ദ ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് ദാറ്റ് ഈസ് കണ്ടക്ടഡ് ആഫ്റ്റർ റീസാമ്പിളിംഗ് യൂഷ്വലി ടു റിസോൾവ് ക്ലാസ് ഇംബാലൻസ്. അപ്പൊ ഇതിന്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് നൺ കൊടുക്കാം, അതായത് ഒന്നും വേണ്ട. ഡൗൺ സാമ്പിളിങ്ങിനാണ് ഡൗൺ എന്ന് പറഞ്ഞു കൊടുക്കുക, അപ്പ് സാമ്പിളിങ്ങിന് അപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുക, സ്മോട്ടിന് സ്മോട്ട് എന്ന് കൊടുക്കുക, റോസ് നേരത്തെ പറഞ്ഞായിരുന്നു റോസ് എന്ന് പറഞ്ഞ് ഇത് കൊടുക്കുക. അപ്പൊ ഇത് ബൈ ഡിഫോൾട്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് സിമ്പിൾ ആണ്. അതായത് ജസ്റ്റ് നമ്മൾ ആ പേര് മാത്രം കൊടുത്താൽ മതി, ട്രെയിൻ കൺട്രോൾ ഫംഗ്ഷൻ. അപ്പൊ നമുക്കത് ഇത് നോക്കുമ്പോൾ അത് സ്മോട്ട് വെച്ച് ഇത് ട്രെയിൻ ചെയ്തു. ഇപ്പം നമുക്കൊരു ഇത് മോഡൽ ട്രെയിൻ ആയി കിട്ടി. ബട്ട് ദർ ഇസ് നോ എറർ, സോ ഇറ്റ് ഹാസ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ബട്ട് ദർ ആർ സം വാർണിംഗ് മെസ്സേജസ്. അതായത് ഈ GLM.fit എന്ന് പറയുന്ന ഫിറ്റഡ് പ്രോബബിലിറ്റീസ് ന്യൂമറിക്കലി 0 or 1 ഒക്കെ, അത് ഒരു നല്ലൊരു സെനാരിയോ അല്ല. അതെന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ there might be when the SMOT technique was used, it created new values and that could have created a very high correlation between the predictor variables. കാരണം നമ്മൾ ഇതിന്റെ അകത്തല്ല ലോജിസ്റ്റിക് റിഗ്രഷൻ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ അകത്ത് പ്രെഡിക്റ്റർ വേരിയബിൾസ് ഹൈലി കോറിലേറ്റഡ് അല്ലെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡന്റ് ഓഫ് ഈച്ച് അതർ അങ്ങനെയൊക്കെ വരുമ്പോൾ ആ ഒരു മോഡൽ ഫിറ്റിംഗ് പ്രോപ്പർ ആയിട്ട് നടക്കണമെന്നില്ല. അപ്പൊ അതാണ് ബേസിക്കലി 0 or 1 ഒക്കെ എന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം ഇപ്പൊ നമുക്ക് ആ മോഡൽ അത് പ്രിന്റ് ചെയ്യാൻ പറ്റും. സോ വി വിൽ ഇറ്റ്സ് ലൈക്ക് വി ഹാവ് ലൈക്ക് ROC 75, സെൻസിറ്റിവിറ്റി 82.1%, specificity 54.5%. അപ്പൊ അത് it has improved, right? So അതിന്റെ കൺഫ്യൂഷൻ മാട്രിക്സ് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ, ഇപ്പം നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ വ്യത്യാസമായി. നേരത്തെ ഇവിടെ 2 എന്നുള്ളത് ആ നമ്പർ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു അല്ലേ? അപ്പൊ ആ നമ്പർ ചേഞ്ച് ചെയ്തപ്പോൾ അവർ അക്യുറസി ഹാസ് ഡിക്രീസ്ഡ്, ബട്ട് അഗെയിൻ അക്യുറസി വി ഡോണ്ട് കെയർ അറ്റ് ഓൾ. അത് കുറഞ്ഞെങ്കിലും അതല്ല നമ്മുടെ പ്രധാനപ്പെട്ട ഇത്. പക്ഷെ ഇവിടെ നമുക്ക് കാണാം ഈ കാപ്പ വാല്യൂ ഒക്കെ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് 0.04 എങ്ങാണ്ടായിരുന്നു നമ്മുടെ പഴയത്, അപ്പൊ അതിപ്പം 0.11 ആയിട്ടുണ്ട്. അപ്പൊ അത് ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആണ്. ആൻഡ് യു ക്യാൻ ഓൾസോ സീ ദാറ്റ് ദ സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി ഈസ് ലൈക്ക് സെൻസിറ്റിവിറ്റി ഹാസ് ബിക്കം 58%, സ്പെസിഫിസിറ്റി ഈസ് 80%. അപ്പൊ അതുകൊണ്ട് ബാലൻസ്ഡ് അക്യുറസിയും നമ്മുടെ നേരത്തെ 50% മാത്രം ഉണ്ടായിരുന്നത്, അതായത് ഒരു റാൻഡം ഗസ് കൊണ്ട് മാത്രം കിട്ടാതെ വരുന്ന അതിനേക്കാളും വി ഹാവ് ഇംപ്രൂവ്ഡ് ഇറ്റ് ടു ഓൾമോസ്റ്റ് 70% ബാലൻസ്ഡ് അക്യുറസി. ബട്ട് അഗെയിൻ ദ തിങ് ഈസ് ക്യാൻ വി റിലേ ഓൺ ദിസ് മോഡൽ? അതാണ് വീണ്ടും ഒരു ചോദ്യം. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇത് ട്രെയിൻ ചെയ്തപ്പം ആ വാർണിംഗ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് ആ വാർണിംഗ് മെസ്സേജ് വന്നത് അത്രയ്ക്കൊരു നല്ലൊരു കാര്യമല്ല. അപ്പൊ അതിന്റെ കാര്യം ഈ നമ്മൾ ഈ സ്മോട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്, അല്ലാതെ വേറൊന്നും അതിന്റെ അകത്ത് വ്യത്യാസമില്ലായിരുന്നു നേരത്തെ. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ക്യാൻ വി ചേഞ്ച് സം ഓഫ് ദ പാരാമീറ്റേഴ്സ് ഓഫ് സ്മോട്ട് ആൻഡ് ദെൻ റീട്രെയിൻ ഇറ്റ്. പിന്നെ ആ എറർ വീണ്ടും വരുന്നുണ്ടോ എന്ന് വേണമെങ്കിൽ നോക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഇതെന്നെ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഡിഫോൾട്ട് പാരാമീറ്റർ മാത്രം ഉപയോഗിച്ചാണ് സ്മോട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ ഒറ്റ സിംഗിൾ ലൈൻ മാത്രം മതി. അതായത് ഈ ഫിറ്റ് കൺട്രോൾ ഡോളർ സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെ, ഈ ഒരു ഒറ്റ ലൈനിൽ നമുക്കത് പറയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ എത്ര പെർസെൻറ്റേജ്, അതായത് ഓരോ മൈനോറിറ്റി ക്ലാസ്സിനും എത്ര പെർസെൻറ്റേജ് ഓവർ സാമ്പിൾ ചെയ്യണം, അപ്പൊ അതൊക്കെ ഓരോ പാരാമീറ്റേഴ്സ് ആണ് ഈ സ്മോട്ടിന്റെ. അപ്പൊ അത് ചെയ്യണമെങ്കിൽ നമുക്ക് ആക്ച്വലി വി നീഡ് ടു യൂസ് എ ഡിഫറെന്റ് ഫംഗ്ഷൻ ഫ്രം എ ഡിഫറെന്റ് പാക്കേജ് ആൻഡ് വി നീഡ് ടു ക്രിയേറ്റ് എ ന്യൂ ട്രെയിനിങ് സെറ്റ് ഫോർ ദാറ്റ്. ഈ ട്രെയിൻ ടു എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ഉള്ള ട്രെയിനിങ് സെറ്റ് തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ ട്രെയിൻ ചെയ്തത്. സോ വി ആർ ജസ്റ്റ് ഗോയിങ് ടു ഗീവ് സം പാരാമീറ്റേഴ്സ് ലൈക്ക് പെർസെൻറ്റേജ് ഓവർ സാമ്പിളിംഗ് k equal to 10. ബൈ ഡിഫോൾട്ട് k 5 ആണ്. യൂഷ്വലി ചിലപ്പോൾ നെയ്ബേഴ്സ് ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ പ്രോബബിലിറ്റി ഫിറ്റിംഗ് വാല്യൂസ് മൈറ്റ് ഗെറ്റ് ഇംപ്രൂവ്. അപ്പൊ അത് ഞാൻ അതുകൊണ്ട് 5 അത് 10 ആക്കി. പെർസെൻറ്റേജ് അണ്ടർ 150, അതായത് ഇതിന്റെ ഡോക്യുമെന്റേഷൻ കാണണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ടൈപ്പ് കൊറി സ്മോട്ട്, ഇറ്റ് ഷുഡ് റിട്ടേൺ ഇത്. അപ്പൊ ഇത് പെർസെൻറ്റേജ് ഓവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ നമ്പർ ദാറ്റ് ഡ്രൈവ്സ് ദ ഡെസിഷൻ ഓഫ് ഹൗ മെനി എക്സ്ട്രാ കേസസ് ഫ്രം മൈനോറിറ്റി ക്ലേസ് ആർ ജനറേറ്റഡ്.
അതായത് അതിന്റെ അർത്ഥം എന്നാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ 200 എന്നാണല്ലോ കൊടുത്തത്. 200 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് 200% എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഓരോ മൈനോറിറ്റി ക്ലാസ്സിനും അതിന്റെ 200% ആയിട്ടുള്ള സിന്തറ്റിക് സാമ്പിൾ ക്രിയേറ്റ് ചെയ്യും. അതായത് ഒരെണ്ണത്തിന് 2 വെച്ച് വരും. പെർസെന്റേജ് അണ്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബേസിക്കലി ഇത് ഫോർ ദ അണ്ടർ സാമ്പിളിംഗ്. ഇപ്പം അതൊരു ഹൈബ്രിഡ് അപ്രോച്ച് ആണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ദിസ് ഈസ് ബേസിക്കലി ദാറ്റ് ഡ്രൈവ്സ് ദ ഡിസിഷൻ ഓഫ് ഹൗ മെനി എക്സ്ട്രാ കേസസ് ഫ്രം ദ മെജോറിറ്റി ക്ലാസ് ആർ സെലക്ടഡ് ഫോർ ഈച്ച് കേസ് ജനറേറ്റഡ് ഫ്രം മൈനോറിറ്റി ക്ലാസ്. ഇതിന്റെ ഈ കൂടുതൽ ഡീറ്റെയിൽസും ഇതിന്റെ ഒറിജിനൽ തിയററ്റിക്കൽ പേപ്പറും ഒക്കെ ഇവിടെ ഇതിന്റെ അകത്ത് ഈ റെഫറൻസ് ഉണ്ട്. അപ്പൊ ഈ ആർ ഫംഗ്ഷൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. അതിന്റെ അകത്തെല്ലാം ഒരുമിച്ച് ഉള്ളതാണ്, വായിക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ കൊടുത്തു നോക്കിയിട്ട് സോ വി ആർ ഗോയിങ് ടു ക്രിയേറ്റ് എ ന്യൂ സ്മോട്ട് ഡാറ്റ സെറ്റ്. സോ ഇപ്പം ട്രെയിൻ 2.smart എന്ന് പറഞ്ഞ ഈ ഡാറ്റ സെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. സോ വി ഹാവ് അറൌണ്ട് ഓൺലി 2000 ഒബ്സർവേഷൻസ്. സോ ഒറിജിനലി നമുക്ക് 328 ആയിരുന്നു നമ്മുടെ ക്ലാസ് 1, പിന്നെ 8729. അതേസമയം ഈ സ്മോട്ട് നോക്കുവാണെങ്കിൽ ഹിയർ വി ഗോട്ട് ഈക്വലന്റ് എമൗണ്ട് ഓഫ് ക്ലാസ് 1 ആൻഡ് ക്ലാസ് 0. നമ്മൾ കുറെ അണ്ടർ സാമ്പിൾ ചെയ്തു, ഇത് ഓവർ സാമ്പിളും ചെയ്തതാണ്. അപ്പൊ ഇതിപ്പോ എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക്. ഇതിപ്പം വി ക്യാൻ just define the same ROC metric and we can train it again. Only difference is you just give the train2.smart for the training. ഇത് നമ്മൾ ചെയ്യുമ്പോൾ you can test it on the testing set. Okay. സോ ഇവിടെ നമുക്ക് ആ വാല്യൂസ് വീണ്ടും കുറെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വി ഹാവ് അക്യുറസി നൗ ഇറ്റ് ഈസ് 71%, ബട്ട് വി ഡോണ്ട് കെയർ അബൌട്ട് ദാറ്റ്. ബട്ട് സെൻസിറ്റിവിറ്റി ഇറ്റ് ഈസ് ലൈക്ക് 69%. ആൻഡ് അനദർ തിങ് ഈസ് ആ വാർണിംഗ് നമുക്ക് വന്നിട്ടില്ല. അല്ല, ഇവിടെ നമ്മൾ വീണ്ടും അത് ട്രെയിൻ ചെയ്തപ്പം ഫിറ്റഡ് പ്രോബബിലിറ്റി 0 or 1 ഒക്കേർഡ് എന്ന് പറഞ്ഞ ആ ഒരു മെസ്സേജ് നമുക്ക് വന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം ആ മോഡൽ, ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ, ഇറ്റ് വാസ് ഏബിൾ ടു ഫിറ്റ് for like what it is intended for. അപ്പോൾ അതുകൊണ്ട് ആ വാർണിംഗ് മെസ്സേജ് നമുക്ക് ഒഴിവാക്കി. നൗ ഇഫ് യു ലുക്ക് അറ്റ് ദ സെൻസിറ്റിവിറ്റി ആർ ഓൾസോ it has also improved and the balanced accuracy has become like 70.3. നേരത്തെ എനിക്ക് തോന്നുന്നു 69 point something ആയിരുന്നു. ഇപ്പൊ അത് ഇച്ചിരി കൂടെ ഒരു ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവിടെ സെൻസിറ്റിവിറ്റി ആക്ച്വലി ഈ കേസിലൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇങ്ങനത്തെ ഹൈലി ക്ലാസ് ഇംബാലൻസ് പ്രോബ്ലംസിലൊക്കെ ചിലപ്പം ഈ നെഗറ്റീവ് കേസുകൾ നമുക്ക് വി മൈറ്റ് നോട്ട് കെയർ മച്ച്. നമുക്ക് നമ്മുടെ ഉദ്ദേശം ചിലപ്പം മിക്കപ്പോഴും ഇതായിരിക്കും. അതായത് നമുക്ക് കഴിയാവുന്നിടത്തോളം റിസ്ക് ഉള്ള കേസുകളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ഡിറ്റക്ഷൻ, നമുക്ക് പോസിറ്റീവ് കേസ് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് കാണിക്കുന്ന ഒരു മെട്രിക് ആണല്ലോ ഈ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. സോ വി മൈറ്റ് be actually caring more about sensitivity in this case. So this is like 69.5%. അപ്പൊ ഇവിടെ ഇതിന് നമുക്ക് ROC ഇത് ചെയ്യുവാണെങ്കിൽ we just printed the ROC curve of this model. സോ ഇത് നമ്മൾ ആ ക്ലാസ് ഇംബാലൻസ് ഉണ്ടായിരുന്നപ്പോഴും അത് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, 7614. ബട്ട് there is not much difference between the area under the curve and our accuracy value. ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, accuracy was like 96% and AUC was like 76%. അത് ഭയങ്കര വലിയ ഡിഫറൻസ് ആണ്. പക്ഷെ ഇപ്പം accuracy എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറൌണ്ട് 70% and now AUC is 76%. അപ്പൊ അത് കുറച്ച് ദിസ് ഈസ് ആക്ച്വലി എ much better model than the models that we have done yesterday. അപ്പൊ ഇതിലും നല്ല മോഡലുകളൊക്കെ നമുക്ക് കിട്ടാവുന്നതാണ്. കാരണം നമുക്ക് വേറെ വി ക്യാൻ ആക്ച്വലി യൂസ് ഡിഫറെന്റ് അൽഗോരിതംസ്. ഇപ്പൊ ഈ ലോജിസ്റ്റിക് റിഗ്രഷൻ ഉപയോഗിക്കണമെന്നില്ല. അപ്പൊ ഇവിടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ കോസ്റ്റ് സെൻസിറ്റീവ് ട്രെയിനിങ് എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വി ക്യാൻ ആക്ച്വലി define a case weight variable that will basically take the weight of the patients based on the frequency of observation of the other class. So അപ്പോൾ അത് ഇതിലൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഈ കേസ് വെയ്റ്റ്സ് എന്ന് പറയുന്നത് വി ക്യാൻ സി ദ മാക്സ് ഈസ് ലൈക്ക് 0.0015. 2 വാല്യൂസേ വരുള്ളൂ, കാരണം നമുക്ക് 2 ക്ലാസ്സേ ഉള്ളൂ. അപ്പം ഇതിലെ മാക്സ് വാല്യൂ ഇത്രയും വെയിറ്റ് ആണ് മൈനോറിറ്റി ക്ലാസ്സിന് പോകുന്നത് പീനലൈസ് ചെയ്യാനായിട്ട്. ഇത്രയും ആണ് പോകുന്നത് മെജോറിറ്റി ക്ലാസ്സിന്. അതായത്
ഈ വെയിറ്റ് വെച്ചുകൊണ്ടും നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ അകത്ത് and that is also actually quite simple because you just need to add a weight parameter called weights equal to case weights. Case weights എന്ന് പറയാൻ നമുക്ക് ഓൾറെഡി ഉണ്ട് നമ്മുടെ കയ്യിൽ. ഈ കേസ് വെയിറ്റ്സ് നമ്മൾ സിമ്പിളി പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ആ ട്രെയിനിങ് സെറ്റിൽ എത്ര പേഷ്യൻസ് ഉണ്ടോ അത്രയും പേഷ്യൻസിന്റെ വെയിറ്റുകളാണ് ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം എല്ലാ വാല്യൂസും തന്നെ ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈനോറിറ്റി ക്ലാസിന്റെ വെയിറ്റുകളാണ് ഈ കാണുന്നതെല്ലാം. അപ്പൊ ഇടയ്ക്ക് നമുക്ക് വ്യത്യാസം കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ 0.0015 എന്ന് പറയുന്ന ഒരിതുണ്ട്. അപ്പൊ ഇതൊരു കിഡ്നി ഡിസീസ് പേഷ്യന്റ് ആണ്. ബാക്കിയെല്ലാം പിന്നെ ഇവിടെ ഒരു കിഡ്നി ഡിസീസ് പേഷ്യന്റ് ഉണ്ട്. അപ്പൊ ഇതാണ് ഈ കേസ് വെയിറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് വി ക്യാൻ ഓൾസോ ട്രെയിൻ ഇറ്റ് യൂസിങ് ദ വെയിറ്റ്സ്. അപ്പൊ ഇതിന്റെ അകത്ത് ഒരു ഇത് ഓർക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ വെയിറ്റുകൾ എല്ലാ അൽഗോരിതംസും എടുക്കത്തില്ല. അത് ക്യാരറ്റിന്റെ ഡോക്യുമെന്റേഷനിൽ പോവാണെങ്കിൽ ഈ വെയിറ്റ്സ് പാരാമീറ്റർ, ഈ വെയിറ്റ്സ് എന്ന് പറഞ്ഞ ആർഗ്യുമെന്റ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള മെത്തേഡ്, അതായത് മെത്തേഡ് ഹിയർ ഈസ് GLM net and the family is binomial, that just suggests that it is our model is a regularized regression model. ഇത് ആക്ച്വലി നമ്മൾ നേരത്തെ ഇത് നമ്മുടെ മോഡലിൽ മെത്തേഡ് വാസ് GLM. ഈ മെത്തേഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ കോസ്റ്റ് സെൻസിറ്റീവ് ട്രെയിനിങ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡൽ മെത്തേഡ് ഈസ് നോട്ട് കോമ്പാറ്റബിൾ വിത്ത് കോസ്റ്റ് സെൻസിറ്റീവ് ട്രെയിനിങ്. ഇപ്പം എനിക്ക് തോന്നുവാണെങ്കിൽ സോ ഇത് ബേസിക്കലി ഇത് പ്രോബ്ലമാറ്റിക് ആണ്. ഇതിൻ്റെ അകത്ത് എറർ അവർ തരുന്നില്ല. പക്ഷേ ഇറ്റ് ഈസ് ബിക്കോസ് ആക്ച്വലി അവർ വെയിറ്റ്സ് പാരാമീറ്റർ ഈസ് നോട്ട് റിയലി കോമ്പാറ്റബിൾ വിത്ത് GLM. അപ്പൊ നമ്മൾ GLM net എന്ന് പറയുന്ന മെത്തേഡ്, അതിൻ്റെ അകത്തോട്ട് നമുക്ക് വരാം GLM net എന്താണെന്നുള്ളത്. ഇത് മെത്തേഡ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ഗീവ് എനി വാർണിംഗ്സ്. ഓക്കെ, സോ ഈ GLM net എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതൊരു റെഗുലറൈസ്ഡ് റിഗ്രഷൻ മോഡലാണ്. അപ്പൊ നേരത്തെ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഈ ലാസോ, റിഡ്ജ്, ഇലാസ്റ്റിക് നെറ്റ്, അങ്ങനത്തെ 3 റിഗ്രഷൻ മോഡൽസ്. അതെല്ലാം ഈ GLM net എന്ന് പറയുന്ന ഫാമിലിയിൽ വരുന്ന മോഡൽസ് ആണ്. ആ 3 എണ്ണം, അതായത് ലാസോ, റിഡ്ജ് ആൻഡ് ഇലാസ്റ്റിക് നെറ്റ്. അപ്പൊ അതെന്താണെന്ന് നമുക്ക് അതിൻ്റെ അകത്തോട്ട് വരാം. സോ വി ജസ്റ്റ് ട്രെയിൻഡ് എ മോഡൽ യൂസിങ് കേസ് വെയിറ്റ്സ്. അപ്പൊ അതിന് നമ്മൾ ML model.ROC.CW എന്നാണ് ആ പേര് കൊടുത്തിരുന്നത്. അപ്പൊ അത് നമുക്ക് പ്രിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സി ദാറ്റ് 0 ഇതാണ് നമുക്ക് അതിന്റെ ഇത് റിസൾട്ട് കിട്ടുന്നത്, അതായത് ട്രെയിനിങ് സെറ്റിൽ. ആൻഡ് വി ക്യാൻ ഓൾസോ പ്രിന്റ് ഹൗ സെയിം മെത്തേഡ് വി ക്യാൻ യൂസ് ടു സീ ഹൗ ദ സെൻസിറ്റിവിറ്റി വെദർ ഇറ്റ് ഹാസ് ഇംപ്രൂവ്ഡ് ഓർ നോട്ട്. സോ സെൻസിറ്റിവിറ്റി അഗെയിൻ ഹാസ് ഇംപ്രൂവ്ഡ് എ ലിറ്റിൽ ബിറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ സ്മോട്ടോ അങ്ങനത്തെ ഓവർ സാമ്പിളിംഗ്, ഡൗൺ സാമ്പിളിംഗ് ഒന്നും ഉപയോഗിച്ചില്ല. നമ്മൾ ഡേറ്റയിൽ യാതൊരു ചേഞ്ചും വരുത്തിയില്ല. നമ്മൾ ആകെ വരുത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ പേഷ്യന്റിനും മൈനോറിറ്റി ക്ലാസ് ആണെങ്കിൽ ആ എററിനെ നമ്മൾ പീനലൈസ് ചെയ്യുക ചെയ്തത്. അതായത് കൂടുതൽ പീനലൈസ് ചെയ്യും മൈനോറിറ്റി ക്ലാസ് എറർ ഉണ്ടെങ്കിൽ, മറ്റേതിനെ അത്രയ്ക്ക് പീനലൈസ് ചെയ്തില്ല. അപ്പൊ അതിന്റെ വെയിറ്റ് അപ്ഡേഷൻ അതൊരു ഇച്ചിരി കൂടെ നല്ലതായിട്ട് നടക്കത്തുള്ളൂ. So this actually says that and also we used a different algorithm. So ഇത് ലോജിസ്റ്റിക് റിഗ്രഷൻ അല്ല ഇവിടെ ഉപയോഗിച്ചത്. ഈ ലാസോ, റിഡ്ജ് ആ ഒരു ഫാമിലി വരുന്ന ഒരു ഇതാണ് ഉപയോഗിച്ചത്. So this says that this seems to be little bit better for the use case. അപ്പൊ ഇങ്ങനെ ഒത്തിരി എന്നാ പറയുക പെർമിറ്റേഷൻ കോമ്പിനേഷൻസ് ഇങ്ങനെ നടത്തണം. അങ്ങനെ നടത്തിയാണ് നമ്മൾ ഇത് അവസാനം ഒരു ഫൈനൽ വാലിഡേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു എന്നാ പറയുക ഒത്തിരി ഇതിട്ട് ട്യൂൺ ചെയ്ത് ഏതാണ് നല്ലതെന്ന് കണ്ടുപിടിക്കുന്നത്, അതിനാണ് ഒത്തിരി സമയം എടുക്കുന്നത്. പക്ഷെ ഇതിലും സമയം എടുക്കുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ഡാറ്റ പ്രീ പ്രോസസിങ് സ്റ്റെപ്പുകളും അതെല്ലാമാണ്. അപ്പൊ ഇതിപ്പം ഇവിടെ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ I used GLM net, exact same model, and I used the different train2.smart data. ഈ smart dataയിൽ without case weights how well that GLM net performs. അപ്പൊ അത് നമുക്കിപ്പം ഇവിടെ നമ്മൾ സെൻസിറ്റിവിറ്റി മാത്രം നമ്മൾ നോക്കുവാണെങ്കിൽ it was not better than the previous one. This case weight, അതായത് കോസ്റ്റ് സെൻസിറ്റീവ് ട്രെയിനിങ് ആണ് ഇത്രയും ഇതുവരെ ഉള്ളതിൽ നമുക്ക് ഒരു ഇച്ചിരി കൂടെ ഒരു എന്നാ പറയുന്നത് നമ്മുടെ യൂസ് കേസിന് ആവശ്യമായിട്ടുള്ള ഒരു മോഡലായിട്ട് വരുന്നത്. കാരണം ദാറ്റ് സെൻസിറ്റിവിറ്റി വാസ് ലൈക്ക് ദ ബെറ്റർ വൺ ആസ് ഓഫ് നൗ.
പിന്നെയുള്ള ഇനിയിപ്പം ഓക്കെ, ഇനിയിപ്പോൾ ഉള്ള ഈ GLM നെറ്റ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഇത് ഇനിയിപ്പോ ഈ കുറച്ച് ഒരു 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഷീൻ ലേണിംഗ് മോഡൽസിന്റെ ഒരു ചെറിയൊരു ബേസിക് ഹൈ ലെവൽ ഇൻട്രഡക്ഷൻ. അതായത് റാൻഡം ഫോറസ്റ്റ് എന്ന് പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ ഇമ്പ്യൂട്ടേഷൻ നമ്മൾ ഉപയോഗിച്ച് ഈ റാൻഡം ഫോറസ്റ്റ്. അപ്പൊ ഇത് ഈ റാൻഡം ഫോറസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആക്ച്വലി വെരി പോപ്പുലർ മെഷീൻ ലേണിംഗ് മോഡൽ. ഞങ്ങളൊക്കെ പ്രോജക്ട്സിൽ ഒത്തിരി ഉപയോഗിക്കുന്നതാണ് റാൻഡം ഫോറസ്റ്റ്. സോ ദിസ് ഈസ് ബേസിക്കലി കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം റിഗ്രഷൻ. ഇത് ആക്ച്വലി ട്രീ ബേസ്ഡ് മെഷീൻ ലേണിംഗ് മോഡലാണ്. അതായത് ഓരോ വേരിയബിളും എടുത്തിട്ട് നമ്മൾ ലൈക്ക് ഇഫ് യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് മൾട്ടിപ്പിൾ ഇഫ് എൽസ് കണ്ടീഷൻ. അപ്പൊ ഇവിടെ ആ ഈ ഒരു പിക്ചറിലാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ, ഈ റാൻഡം ഫോറസ്റ്റിന്റെ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. അതായത് ഈ ഒരു യൂസ് കേസിൽ നമ്മൾ ആക്ച്വലി പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി വാണ്ട് ടു നോ പീപ്പിൾ ഹു ആർ ലൈക്ലി ടു പ്ലേ ക്രിക്കറ്റ്. സോ നമുക്ക് ഡേറ്റ ഉള്ളത് ജെൻഡർ, നമ്മുടെ പ്രെഡിക്റ്റർ വേരിയബിൾസ് എന്ന് പറയുന്നത് ജെൻഡർ, ഹൈറ്റ് ആൻഡ് ക്ലാസ് 9, ക്ലാസ് 10. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്ന ഒരു ന്യൂമറിക്കൽ വേരിയബിൾ ആണ്, ജെൻഡർ മെയിലും ഫീമെയിലും. അപ്പൊ ഈ റാൻഡം ഫോറസ്റ്റ് എന്നാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വേരിയബിളും എടുത്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇഫ് ദ ഇൻസ്റ്റൻസ് ഈസ് എ ഫീമെയിൽ, അപ്പൊ ഫീമെയിൽസിൽ നമുക്ക് എത്രയും 4, ഈ ക്രിക്കറ്റ് കളിക്കുന്നത് 2ൽ 10, അതായത് 20%. അതേസമയം ഇവിടെ മെയിൽ കേസിൽ ക്രിക്കറ്റ് ഈസ് ഗെറ്റിംഗ് പ്ലേഡ് ബൈ 13. അപ്പൊ അവിടെ നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇതൊരു നല്ലൊരു സ്പ്ലിറ്റ് വേരിയബിൾ ആണ്. അപ്പൊ അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത വേരിയബിളിൽ ഇത് നോക്കും, എന്നിട്ട് ഓരോന്നും ഇത് കമ്പയർ ചെയ്യും. അതായത് ഈ വേരിയബിൾ എങ്ങനെ എത്രമാത്രം ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും ബിറ്റ്വീൻ ദ ക്ലാസസ്. അതായത് ബിറ്റ്വീൻ മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ക്യാൻ ജെൻഡർ distinguish of the tendency of a student to play cricket. അതാണ് ബേസിക്കലി ഈ ഫോറസ്റ്റ് അല്ലെങ്കിൽ ട്രീ ബേസ്ഡ് മോഡൽ നോക്കുന്നത്. അപ്പൊ അത് ഇങ്ങനെ മൾട്ടിപ്പിൾ വേരിയബിൾസ് നോക്കിയിട്ട് ഇറ്റ് ക്യാൻ ആക്ച്വലി കമ്പയർ ബിറ്റ്വീൻ ഡിഫറെന്റ് വേരിയബിൾസ് ആൻഡ് ഫൈൻഡ് ദ ബെസ്റ്റ് സ്പ്ലിറ്റ്. അതപ്പോ ഇതിപ്പോ നമ്മൾ ആകെ 3 വേരിയബിളും ആകെ ഒരു ഒറ്റ സ്പ്ലിറ്റിന്റെയും കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ അത് ദിസ് ആർ ആക്ച്വലി ദ വെരി വെരി ബേസിക് സിംഗിൾ ഡെസിഷൻ ട്രീ, ഈ ഒറ്റ ഇത് കാണുന്നത്. അപ്പം ശരിക്കുള്ള റാൻഡം ഫോറസ്റ്റിൽ ദർ വിൽ ബി സോ മെനി സ്പ്ലിറ്റ്സ്. ഇതിനെല്ലാം നമ്മൾ നോട്ട്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ആ സ്പ്ലിറ്റ് എല്ലാം നോക്കി, ഇപ്പൊ ഇതൊരു സിംഗിൾ ട്രീ ആണ് ഈ റാൻഡം ഫോറസ്റ്റ്, ഇത് വേറൊരു റാൻഡം ഫോറസ്റ്റ്, ഇത് വേറൊരു ട്രീ, ഇത് വേറൊരു ട്രീ. അങ്ങനെ n നമ്പർ ഓഫ് ട്രീസ് ഉണ്ട് റാൻഡം ഫോറസ്റ്റ്. അതുകൊണ്ടാണ് കോമ്പിനേഷൻ ഓഫ് ട്രീ എന്ന് പറയുമ്പോഴാണല്ലോ ഫോറസ്റ്റ്. അപ്പൊ അതാണ് ആ പേര് വരുന്നത്. അപ്പൊ ഓരോ ഇൻസ്റ്റൻസും, അതായത് നമ്മുടെ കേസിൽ ഓരോ പേഷ്യന്റും ഈ എത്ര ട്രീ ആണ് നമ്മുടെ റാൻഡം ഫോറസ്റ്റ് മോഡലിലുള്ളത്. അതായത് 100 ട്രീ ഉണ്ടെങ്കിൽ ആ 100 ട്രീയിലോട്ടും ആ ഇൻസ്റ്റൻസിന്റെ വാല്യൂസ് കടത്തിവിടും. എന്നിട്ട് യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് വോട്ടിംഗ്. അപ്പൊ ഓരോ ട്രീയും ഏത് ക്ലാസ് ആണെന്നുള്ളത് വോട്ട് ചെയ്യും ബേസ്ഡ് ഓൺ ദാറ്റ് സ്പ്ലിറ്റ്. അതായത് ജെൻഡർ ഇങ്ങനെയാണെങ്കിൽ ഓക്കെ, അതൊരു പാത്വേയിലോ, ഇപ്പൊ ഇതിപ്പം ജെൻഡർ ആണെങ്കിൽ ഇതിങ്ങനെ ഒരു പാത്വേയിലോട്ട് പോകുന്നു. ദെൻ ആഫ്റ്റർ ദാറ്റ് let's say we are just comparing serum cholesterol level less than 100 and more than 100. അപ്പൊ അതിന്റെ ഒരു ഗ്രൂപ്പ് ഇങ്ങോട്ട് പോകുന്നു, അതിന്റെ വേറൊരു ഗ്രൂപ്പ് ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ സോ മെനി സ്പ്ലിറ്റ്സ് ആൻഡ് സോ മെനി ഡിഫറെന്റ് വേരിയബിൾസ് ഇറ്റ് ക്യാൻ ട്രൈ. അപ്പൊ ഇത് ഈ ഇൻ ആക്ച്വൽ സെനാരിയോ ഇത് വലിയൊരു ഫോറസ്റ്റ് പോലെയാവും. അപ്പൊ ഇത് ജസ്റ്റ് എ സിംഗിൾ വെരി ബേസിക് ഡെസിഷൻ ട്രീ ജസ്റ്റ് ടു ഷോ ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അപ്പൊ അവസാനം ഇത് എങ്ങനെയാണ് ഇത് വോട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 100 ട്രീ ഉണ്ടെങ്കിൽ അതിന്റെ അകത്ത് മെജോറിറ്റി വോട്ട് ഏതാണോ അതിനാണ്. അപ്പൊ അത്രേ ഉള്ളൂ. അതായത് ഓരോ ട്രീയും ഇത് ചെയ്തിട്ട് യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ബേസിക്കലി ഔട്ട്പുട്ട്സ് ദ മെജോറിറ്റി തിങ്. സോ ഇത് ആക്ച്വലി ഓവർ ഫിറ്റിങ്ങിനും വളരെ നല്ലതാണ് റാൻഡം ഫോറസ്റ്റ്. റാൻഡം ഫോറസ്റ്റ് ഈസ് ആക്ച്വലി മച്ച് ലെസ് പ്രോൺ ടു ഓവർ ഫിറ്റിംഗ് ദാൻ ലോജിസ്റ്റിക് റിഗ്രഷൻ. അത് ബേസിക്കലി അതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ബേസിക്കലി ഒരു ആവറേജ് ഫിനോമിനൻ ഇവിടെ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. കാരണം നമുക്ക് 100 ഡിഫറെന്റ് ഡെസിഷൻസ് ഉണ്ട്, അതിന്റെ അകത്തെ മെജോറിറ്റിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ അത് ഈ ഓവർ ഫിറ്റിങ്ങിന് നല്ലതാണ്. ആവറേജിങ് ഈസ് ഓൾവേസ് ബെറ്റർ ഫോർ ഓവർ ഫിറ്റിംഗ്. പിന്നെയുള്ളത് ഈ ലാസോ, റിഡ്ജ് ആൻഡ് ഇലാസ്റ്റിക് നെറ്റ്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ ബേസിക്കലി ഇതിനെ 3 റെഗുലറൈസ്ഡ് റിഗ്രഷൻ മോഡൽസ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ GLM നെറ്റ്
ഫാമിലി ബൈനോമിയൽ എന്ന് പറഞ്ഞ് ആണല്ലോ കൊടുത്തത്. അതിനാണല്ലോ ഇപ്പം ഒരുമാതിരി നല്ല റിസൾട്ട് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഫാമിലിയിൽ വരുന്ന 3 ഡിഫറെന്റ് റിഗ്രഷൻ മെഷീൻ ലേണിംഗ് മോഡൽസ് ആണ് ലാസോ, റിഡ്ജ് ആൻഡ് ഇലാസ്റ്റിക് നെറ്റ്. അപ്പൊ ഇവിടെ ഒരു വ്യത്യാസമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ദിസ് പാർട്ട് ഈസ് ആക്ച്വലി ഇറ്റ് ഷുഡ് ബി ദിസ് പാർട്ട് ഷുഡ് ബി സിമിലർ വിത്ത് ലോജിസ്റ്റിക് റിഗ്രഷൻ. വാട്ട് ഈസ് ഡിഫറെന്റ് ഈസ് ഓൺ ദിസ് സെക്കൻഡ് ടൈം. ഇത് ഇക്വേഷൻ കണ്ട് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് പോലെ തോന്നും. പക്ഷെ ഇതിന്റെ നമ്മൾ നേരത്തെ അത് പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പീനലൈസ് ചെയ്യാനായിട്ടാണ് ഓരോ കോയഫിഷ്യന്റ്. അതായത് ഓവർ ഫിറ്റിംഗ് പ്രിവെന്റ് ചെയ്യാനായിട്ട് കോയഫിഷ്യന്റ് വാല്യൂ ഓവർ ഇൻഫ്ലേറ്റഡ് ആകാനായിട്ട് പീനലൈസ് ചെയ്യണം. അപ്പൊ ആ പീനലൈസിങ് ഫാക്ടറാണ് ഈ ലാംഡ വേരിയബിൾ. ആൽഫ എന്ന് പറയുന്നത് ആക്ച്വലി ഇതിന് പറയുന്ന മിക്സിംഗ് പെർസെന്റേജ് എന്നാണ്. ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് ആൽഫ ഈസ് ബേസിക്കലി ദിസ് ലാസോ, റിഡ്ജ് ആൻഡ് ഇലാസ്റ്റിക് നെറ്റ് കംസ്. അതായത് ഈ ആൽഫ വാല്യൂ 0 ആവുകയാണെങ്കിലാണ് റിഡ്ജ് റിഗ്രഷൻ. ആൽഫ ഈക്വൽ ടു 1 മീൻസ് ഇറ്റ് ഈസ് ലാസോ റിഗ്രഷൻ. എനിത്തിങ് ബിറ്റ്വീൻ 0 ആൻഡ് 1 ദാറ്റ് ഈസ് ലൈക്ക് ഇലാസ്റ്റിക് നെറ്റ്. അപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് ഇലാസ്റ്റിക് നെറ്റ് ഒക്കെ വളരെ നല്ലപോലെ പല കേസിലും നല്ലപോലെ ഞങ്ങൾ പെർഫോം ചെയ്ത ഒരു ഇതാണ്. അതുപോലെ തന്നെ ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് മെഷീൻസും റെഗുലറൈസ്ഡ് റിഗ്രഷൻ ഈവൻ ദോ ദേ ആർ ലൈക്ക് ലീനിയർ മോഡൽസ്, ഈ റെഗുലറൈസേഷൻ പാരാമീറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ഇംപ്രൂവ്മെന്റും കിട്ടുന്നുണ്ട്. അതേസമയം ചില വേറെ കുറെ പ്രതീക്ഷിക്കാത്ത അഡ്വാൻറ്റേജസും ഉണ്ട്. അതിന്റെ അകത്ത് ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ലാസോയിൽ നമ്മൾ കണ്ടു ഇത് ഈ ആൽഫ ഈ 1 ഈക്വൽ ടു ലാസോ, ഈ ആൽഫ ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ഈ വാല്യൂ ഇത് ബേസിക്കലി 0 ആയി പോകും. കാരണം ഇത് 1 മൈനസ് ആൽഫ വിച്ച് ഈസ് ബേസിക്കലി ഇൻ ലാസോ ദിസ് ഈസ് 1 മൈനസ് 1 0. ഈ ടൈം 0 ആവുമ്പോൾ then we only are left with this alpha into beta. Beta is basically our coefficient parameter. അപ്പൊ ഇതിന്റെ അകത്ത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഇത് മനസ്സിലാവും. അപ്പം ഇതിന്റെ അകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ലാസോ can actually return a coefficient as a 0 value. That is not possible with ridge or elastic. Elastic net also possible but not possible with ridge. അപ്പൊ ഇതിന്റെ അകത്ത് അപ്പൊ 0 ആവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഇച്ചിരി കൂടെ പ്രതീക്ഷിക്കാത്ത റിസൾട്ടുകൾ, നമുക്ക് ഉപകാരപ്രദമായ റിസൾട്ടുകളും വരുമെന്ന് പറയുന്നത്. അപ്പൊ അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതന്നെയാണ് ഫീച്ചർ സെലക്ഷൻ ഈസ് പോസിബിൾ എന്ന് പറയുന്നത്. അതായത് ഈ ലാസോയില് നോൺ റെലവെന്റ് ഫീച്ചേഴ്സ് ഓർ വേരിയബിൾസ് ഓർ പ്രെഡിക്റ്റേഴ്സ് എല്ലാം ഡിഫറെന്റ് നെയിംസ് ഫോർ ദ സെയിം തിങ് ഫോർ ക്ലാസിഫിക്കേഷൻ വിൽ ഹാവ് കോഎഫിഷ്യന്റ് വാല്യൂ 0. അപ്പൊ 0 വരുന്ന വേരിയബിൾസിനെ നമുക്ക് ആക്ച്വലി എക്സ്ക്ലൂഡ് ചെയ്യാം. സോ ഓൺലി നോൺ സീറോ ഫീച്ചേഴ്സ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ്. അപ്പം അതൊരു എന്നാ പറയുന്നത് ലോജിസ്റ്റിക് റിഗ്രഷനിലും ഇതിലും ഒന്നും ഉള്ള ഒരു ഫീച്ചർ അല്ല. അത് ഈ ലാസോ ഇലാസ്റ്റിക് നെറ്റിലൊക്കെയാണ് നമുക്ക് ഈ നോൺ സീറോ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് ഫീച്ചർ സെലക്ഷൻ പോസിബിൾ ആണെന്ന് പറയാം. ഇപ്പൊ നമ്മുടെ കേസിൽ അത് അത്രയ്ക്ക് ഇറ്റ് ഡസന്റ് മാറ്റർ മച്ച് ബിക്കോസ് വി ഓൺലി ഹാവ് 10 പ്രെഡിക്റ്റർ വേരിയബിൾസ്. അതേസമയം ചില കേസൊക്കെ കാണും ഹൺഡ്രഡ്സ് തൗസൻഡ്സ് ഓഫ് പ്രെഡിക്റ്റർ വേരിയബിൾസ് ഉള്ള ക്ലാസ്സുകൾ കാണും. അപ്പൊ അതിന്റെ അകത്ത് നമുക്ക് ആദ്യം ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ വി ക്യാൻ ജസ്റ്റ് ടേക്ക് ദ നോൺ സീറോ ഫീച്ചേഴ്സ് ആൻഡ് ദെൻ using the non-zero features we can train maybe any other advanced models like deep learning models. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ ഫീച്ചർ സെലക്ഷൻ പോസിബിൾ ആണ് ഇതിന്റെ അകത്ത് ഈ ലാസോ. റിഡ്ജിൽ അത് പറ്റത്തില്ല. ഇലാസ്റ്റിക് നെറ്റിൽ ഈസ് ഓൾസോ ദർ ഇസ് വി ക്യാൻ ഡു some sort of feature selection if the alpha value is like very close to 1. അപ്പൊ അതൊരു ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഡെഫിനറ്റ്ലി ഇതെല്ലാം റെഗുലറൈസ്ഡ് റിഗ്രഷൻ മോഡൽസ് എന്നാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഈ 3 റെഗുലറൈസേഷൻ. അപ്പൊ ഈ റെഗുലറൈസേഷൻ എന്ന് പറയുന്നത് ഓവർ ഫിറ്റിംഗ് ഉള്ള ഒരു പ്രിവെൻഷനും കൂടെയാണ്. അപ്പൊ ഈ ഓവർ ഫിറ്റിംഗ് പ്രിവെന്റ് ചെയ്യുന്ന ഈ ലാംഡ എന്ന് പറയുന്ന ഈ വാല്യൂ ആണ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ട്യൂണിംഗ് പാരാമീറ്റർ. പിന്നെയുള്ള ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് മെഷീൻസ്. ഇത് ആക്ച്വലി വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതമാണ്. അത് പലപ്പോഴും ഈ മെഷീൻ ലേണിംഗ് കോമ്പറ്റീഷൻസിലൊക്കെ എപ്പോഴും തന്നെ ഒരു ഇപ്പൊ പലപ്പോഴും വിന്നറായിട്ട് എപ്പോഴും വരുന്നത് ഒന്നെങ്കിൽ ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ അതിന്റെ കുറച്ച് വകഭേദങ്ങൾ ഒക്കെയാണ്. ഇത് റാൻഡം ഫോറസ്റ്റുമായിട്ട് സംവാട്ട് റിലേറ്റഡ് ആണ്. ബട്ട് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് റാൻഡം ഫോറസ്റ്റ് ഈസ് ലൈക്ക് എ കോമ്പിനേഷൻ ഓഫ് മൾട്ടിപ്പിൾ ഡീപ്പ് ഡെസിഷൻ ട്രീസ്. അതായത് ഈ ഓരോ ട്രീയും നമുക്ക് പറയാം ഫുൾ ഒരു മോഡലാണ്. ഇതെല്ലാം ഓരോ ഫുൾ മോഡൽസ് ആണ്. അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മൾ ഈ റാൻഡം ഫോറസ്റ്റിൽ എടുക്കുന്നത്.
ഈ GBMന്റെ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഇറ്ററേഷനിലും ദിസ് ട്രീ ആക്ച്വലി ഗെറ്റ്സ് ബെറ്റർ ദാൻ പ്രീവിയസ് സ്റ്റെപ്പ്. അതായത് ഓരോ 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 സ്റ്റെപ്പ് എടുത്താണ് അത് പോകുന്നത്. അപ്പൊ അതിന് നമ്മൾ പറയുന്നത് ആദ്യം വീക്ക് ലേണേഴ്സ് ആയിരിക്കും. അപ്പൊ ആ വീക്ക് ലേണേഴ്സിന്റെ മിസ്റ്റേക്ക് കൊണ്ട് ഇപ്പം വീക്ക് ലേണർ എന്ന് പറയുമ്പം ഒത്തിരി മിസ്റ്റേക്ക് വരുത്തുന്ന ഒരു മോഡലായിരിക്കും. അതിന്റെ അടുത്ത സ്റ്റെപ്പിൽ ആ ഒരു വീക്ക്നെസ് റിമൂവ് ചെയ്ത് അത് ഇച്ചിരി കൂടെ സ്ട്രോങ് ആവും. അങ്ങനെ അത് ഓരോ സ്റ്റെപ്പിലും സ്ട്രോങ് ആയി വരും. അപ്പൊ അതിന്റെ പുറകിൽ കുറച്ച് മാറ്റമൊക്കെ ഉണ്ട്. പക്ഷേ ദിസ് ഈസ് ബേസിക്കലി ദ basic working principle. So unlike random forest, which is like a combination of all the deep decision trees, GBM is like a in each step it is like improving its tree models in the previous step. Weak learners becoming strong learners. Weak learners maybe you can think of it like shallow trees. അതായത് വലിയ നീളം ഈ ഡീപ്പ് എന്ന് പറയുമ്പോൾ ഇതിന് ഒത്തിരി നീളം ഇങ്ങനെ താഴോട്ട് വരുമ്പോഴാണ് ഡീപ്പ് ട്രീ എന്ന് പറയുന്നത്. കുറച്ച് ഷാലോ ട്രീ ബിൽഡ് ചെയ്ത് അത് ബെറ്റർ ആകുന്ന ഒരിതാണ്. അതാണ് ഈ ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് മെഷീൻസ്. പിന്നെ അത് ഇച്ചിരി കമ്പ്യൂട്ടേഷനിൽ ഇറ്റ് ഈസ് എക്സോസ്റ്റീവ്. പിന്നെ ഞങ്ങളുടെയൊക്കെ കേസിൽ ഈ പ്രത്യേകിച്ചും ട്രെയിനിങ് സെറ്റ് ഒക്കെ വളരെ ലാർജ് ആകുമ്പോൾ ആൻഡ് ഓൾസോ യുവർ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഓർ നമ്പർ ഓഫ് പ്രഡിക്റ്റേഴ്സ് ഇസ് ലൈക്ക് വെരി ഹൈ. ഇത് പലപ്പോഴും ഈ നമ്മുടെ ലാപ്ടോപ്പ് മെഷീൻസിലൊന്നും ചിലപ്പോൾ അത് റൺ ചെയ്യണമെന്നും കൂടെ ഇല്ല, അത് ബ്രേക്ക് ചെയ്യും സെർവറെല്ലാം കൂടെ. അപ്പൊ അത് അതിന് ഈ XG ബൂസ്റ്റ് എന്ന് പറയുന്ന ഒരു ലൈബ്രറി ഉണ്ട്. ഞാനത് പേഴ്സണലി വളരെ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ, അത് പ്രോജക്റ്റുകൾക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല. ബട്ട് ഇറ്റ് ഈസ് ബേസിക്കലി എ വെരി പോപ്പുലർ ലൈബ്രറി, വെരി കോമൺലി യൂസ്ഡ് ഇൻ മെഷീൻ ലേണിംഗ് കോമ്പറ്റീഷൻസ് ആൻഡ് ഓൾ. ഇത് ബേസിക്കലി ഇറ്റ് ഈസ് എ ഫാസ്റ്റർ ഇംപ്ലിമെന്റേഷൻ ഓഫ് GBM. ഇറ്റ് ഈസ് ബോത്ത് അവൈലബിൾ ഇൻ R ആൻഡ് Python. XG ബൂസ്റ്റ് ലൈബ്രറി. അപ്പൊ ഇത് നമുക്ക് ഇതെല്ലാം ഈ മോഡലെല്ലാം ക്യാരറ്റിൽ അവൈലബിൾ ആണ്. ക്യാരറ്റിൽ ഇത്രയൊന്നും അല്ല, ക്യാരറ്റിൽ എനിക്ക് തോന്നുന്ന ഹൺഡ്രഡ്സ് ഓഫ് ഡിഫറെന്റ് മോഡൽസ് ആർ ദയർ. ബട്ട് ബേസിക്കലി ഈ എല്ലാ മോഡലും തന്നെ യു ക്യാൻ തിങ്ക് ഓഫ് ഇറ്റ് ലൈക്ക് ഒന്നെങ്കിൽ അതൊരു റിഗ്രഷന്റെ ഒരു വകഭേദമായിരിക്കും, അല്ലെങ്കിൽ ഒരു ട്രീയുടെ ഒരു വകഭേദമായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ന്യൂറൽ നെറ്റ്സ് ആണ്. അപ്പൊ അത് വേറൊരു ടോപ്പിക്കാണ് ഓൾ ടുഗദർ. സോ ഇവിടെ നമുക്ക് ഓക്കെ ഒരു ബേസിക് റാൻഡം ഫോറസ്റ്റ് മോഡൽ ട്രെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആക്ച്വലി അഗൈൻ ക്വൈറ്റ് സിമ്പിൾ. ദ ഇംപ്ലിമെന്റേഷൻ സൈഡ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അത് സിമ്പിൾ ആണ്. അതായത് ദിസ് മെത്തേഡ് ഈക്വൽ ടു RF എന്ന് കൊടുക്കുമ്പം ആ ട്രെയിൻ ഫംഗ്ഷന് മനസ്സിലാവും. യു നീഡ് ടു ട്രെയിൻ യൂസിങ് എ റാൻഡം ഫോറസ്റ്റ് മോഡൽ ഇൻസ്റ്റെഡ് ഓഫ് അവർ GLM നെറ്റ് ഓർ ലോജിസ്റ്റിക് റിഗ്രഷൻ. അപ്പൊ അതാണ് ഇപ്പൊ ഈ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനെല്ലാം ഈ റാൻഡം ഫോറസ്റ്റ് അതായത് ബേസിക് ലോജിസ്റ്റിക് റിഗ്രഷൻ മോഡലിന് പാരാമീറ്ററുകളൊന്നുമില്ല ട്യൂൺ ചെയ്യാനായിട്ട്. ഇവിടെ നമുക്ക് ഒത്തിരി പാരാമീറ്റേഴ്സ് ഉണ്ട് ട്യൂൺ ചെയ്യാൻ. അപ്പൊ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബേസിക്കലി എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ റാൻഡം ഫോറസ്റ്റ് മോഡലാണെങ്കിൽ ഇവിടെ എത്ര സാമ്പിളുകൾ വേണം, അല്ലെങ്കിൽ ഇതിന്റെ നീളം എന്തേരം വേണം, ഇതെല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ട്രീയുടെ നമ്പർ, അതാണ് മേ ബി ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പാരാമീറ്റർ. അതായത് എത്ര ട്രീ വേണം. എനിക്ക് തോന്നുന്നു ബൈ ഡിഫോൾട്ട് ഇറ്റ് ഈസ് ഐ തിങ്ക് ക്യാരറ്റ് ഓൾറെഡി ഗീവ്സ് സം ഡിഫറെന്റ് കോമ്പിനേഷൻ ഓഫ് ട്രീ. അതെ, ഓക്കെ. ക്യാരറ്റ് ഓൾറെഡി ഇപ്പം നമ്മളത് റാൻഡം ഫോറസ്റ്റ് ഇത് ട്രെയിൻ ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് കാണാം MTRY എന്നുള്ള ഈ പാരാമീറ്റർ. ഇത് ബേസിക്കലി 2, 6 and 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ട്രീ, 6 ട്രീ, 10 ട്രീ അത് വെച്ച് ചെയ്തു. എന്നിട്ട് അതിന്റെ അകത്തെ ബെസ്റ്റ് വാല്യൂ റിട്ടേൺ ചെയ്യും. ദാറ്റ് ഈസ് ഡൺ ഓട്ടോമാറ്റിക്കലി ബൈ ക്യാരറ്റ്. ബട്ട് വി ക്യാൻ ഓൾസോ ആക്ച്വലി tune the parameter. That is almost always required. We can actually customize it to tune it based on our values. അപ്പൊ അങ്ങനെയാണ് അത് പലപ്പോഴും നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു കൺഫ്യൂഷൻ മാട്രിക്സ് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ദാൻ അവർ ഹ്യൂജ്ലി ക്ലാസ് ഇംബാലൻസ് പ്രോബ്ലം. ബട്ട് നമ്മുടെ ആ യൂസ് കേസ് നോക്കുമ്പോൾ ആ ഒരു സെൻസിറ്റിവിറ്റി അത്രയ്ക്ക് ഭയങ്കരമായിട്ടൊരു ഇംപ്രൂവ് ചെയ്തിട്ടില്ല. സോ വി യൂസ്ഡ് ദാറ്റ് സെയിം സ്മോട്ട് ഡാറ്റ സെറ്റ് വിത്ത് ദിസ് റാൻഡം ഫോറസ്റ്റ് ആൻഡ് we did not really get any significant improvement. സോ ഈ പാരാമീറ്റർ ട്യൂണിങ് എന്ന് പറയുന്നത് അത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ അകത്ത് ഈ മോഡൽ ലുക്കപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആക്ച്വലി കമ്മിങ് ഫ്രം അവർ ക്യാരറ്റ് ഉള്ളി. അത്
ഇത് ക്യാരറ്റിന്റെ ഡോക്യുമെന്റേഷനിലും ഉണ്ട്. അതായത് ഈ കാണുന്നതെല്ലാം ഡിഫറെന്റ് മെഷീൻ ലേണിംഗ് മോഡൽസ് അവൈലബിൾ ഇൻ ക്യാരറ്റ്. ആൻഡ് ഹിയർ ഈ പാരാമീറ്ററിന്റെ ട്യൂണിങ്, ഏത് പാരാമീറ്റർ ആണ് ട്യൂൺ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതിന്റെ മെറ്റാഡേറ്റയാണ്. അപ്പൊ ഇത് കുറച്ച് എക്സ്പീരിയൻസ് വന്നാലേ ഇത് പൂർണ്ണമായിട്ട് ഇത് മനസ്സിലാക്കത്തുള്ളൂ. ബട്ട് യു ക്യാൻ ആക്ച്വലി സീ ദാറ്റ് ദീസ് ആർ ദ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് ട്യൂണിങ് ഫോർ ഡിഫറെന്റ് മോഡൽസ്. ഇതിന്റെ അകത്ത് നമുക്കിപ്പം ഈ GBM സെർച്ച് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, വി ക്യാൻ സെർച്ച് ഫോർ GLMnet. ഉണ്ടോ? GLMnet വന്നപ്പം കണ്ടില്ല, ഇതിന്റെ അകത്ത് ആൽഫ ആൻഡ് ലാംഡ, ആ 2 പാരാമീറ്റർ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുമെന്നാണ് അത് പറയുന്നത്. അതുപോലെ ഇപ്പം GBM ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് മെഷീൻ കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് നമ്പർ ഓഫ് ട്രീസ്, ഇന്ററാക്ഷൻ ഡെപ്ത്, ദെൻ ഷ്രിങ്കേജ്, മിനിമം ഒബ്സർവേഷൻസ്, ഇതെല്ലാം മൾട്ടിപ്പിൾ പാരാമീറ്റേഴ്സ് ആണ്. ഇതെല്ലാം നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുമെന്നാണ് ഇതിന്റെ അർത്ഥം. പക്ഷെ അതേസമയം ലോജിസ്റ്റിക് റിഗ്രഷൻ GLM കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആകെ ഇതിന്റെ അകത്തൊന്നുമില്ല. ഇതിന്റെ പേര് തന്നെ പാരാമീറ്റർ എന്ന് തന്നെ ഇത് വരുന്നത്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ അതൊന്നും ഇല്ലെന്ന് തന്നെയാണ്. പാരാമീറ്റർ, ദർ ഇസ് നോ പാരാമീറ്റർ അറ്റ് ഓൾ. ഈ GLM ഇതാണ് ആ മോഡലിന് ഈ പാരാമീറ്റർ ഉള്ളൂ. അത് ബേസിക്കലി അത് ഒന്നും ഇല്ലെന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പൊ അതെങ്ങനെയാണ് ഒരു മോഡലിനെ ഇങ്ങനെ നമുക്ക് ട്യൂൺ ചെയ്യാൻ പറ്റുന്നത്? വി ക്യാൻ ഈസിലി യൂസ് എ ഫംഗ്ഷൻ കോൾഡ് എക്സ്പാൻഡ് ഡോട്ട് ഗ്രിഡ്. അപ്പൊ ഇവിടെ നമ്മൾ ഈ GLM, നമുക്ക് ഇതുവരെ GLMnet ആണല്ലോ ഒരു ഭേദപ്പെട്ട ഒരു ഇത് വരുന്നത്. അപ്പൊ ഈ ട്യൂണിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ ആ വാല്യൂസ് ഉണ്ടാക്കുകയാണ്, എത്ര വേണം എന്നുള്ളത്. അപ്പൊ ട്യൂൺ ഡോട്ട് GLMnet എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ ഞാനൊരു ട്യൂണിങ് പാരാമീറ്റേഴ്സ് എല്ലാം കൂടെ സ്റ്റോർ ചെയ്തു. അപ്പൊ അത് നമുക്ക് ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മനസ്സിലാവും. ആക്ച്വലി 2211 കോമ്പിനേഷൻസ് ഉണ്ട്. ഈ ഓരോ കോമ്പിനേഷനിലും അത് ഫിറ്റ് ചെയ്യും മോഡൽ. അതാണ് ഈ ട്യൂണിങ്. എന്നിട്ട് അതിന്റെ അകത്ത് ഏറ്റവും നല്ലത് ഏതാണെന്ന് കണ്ടുപിടിക്കുക. അപ്പൊ അത് എപ്പോഴും വേണ്ട ഒരു അത്യാവശ്യമാണ്. അപ്പൊ അതിന്റെ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അത് ചെയ്യണമെങ്കിൽ അഗൈൻ implementation becomes not much cumbersome. You can use a argument called tune grid in the train function, and you can just specify the tuning parameter data, that storage data. So ippam adu idu ചെയ്തിട്ടുണ്ടെങ്കിൽ it will run, but it might take some time, കാരണം നമ്മൾ ഒത്തിരി പാരാമീറ്റർ ട്യൂണിങ്ങിനാണ് ഇപ്പം പോയിട്ടുള്ളത്. സോ അത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ ആക്ച്വലി നോ ഇതിന്റെ അകത്ത് ഏത് പാരാമീറ്റർ ആയിരുന്നു ഏറ്റവും നല്ലതായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതാണ് ബേസിക്കലി ഈ പാരാമീറ്റർ ട്യൂണിങ് എന്ന് ഈ മെഷീൻ ലേണിംഗിന് പറയുന്നത്. അതും ഈ ലിറ്ററേച്ചറൊക്കെ വായിക്കുവാണെങ്കിൽ എപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഇതാണ്. ഇത് തന്നെയല്ലേ ഗ്രിഡ് സെർച്ച് എന്ന് പൈത്തോണിലും പൊതുവെ പറയുന്നത്? ഗ്രിഡ് സെർച്ച് എക്സാക്ട്ലി സെയിം. അത് ഗ്രിഡ് സെർച്ച് എന്ന് മറ്റേ പൈത്തണിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഇവിടെ അതൊരു ഈ എക്സ്പാൻഡ് ഡോട്ട് ഗ്രിഡ് എന്ന് പറഞ്ഞാണ് ഈ ക്യാരറ്റിൽ വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് അതിന്റെ ഇതായിരുന്നു അത് വന്നു. അപ്പൊ ഫൈനൽ വാല്യൂസ് യൂസ്ഡ് ഫോർ ദ മോഡൽ വെയർ ആൽഫ ഈക്വൽ ടു 0.9 ആൻഡ് ലാംഡ ഈക്വൽ ടു 0. അപ്പൊ അത്രയും ഈ 2211 കോമ്പിനേഷൻസിൽ നിന്ന് ഇത് കണ്ടുപിടിച്ചത് ഇതാണ് ബെറ്റർ വാല്യൂ എന്നാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇത് പറയുന്നത് ലാംഡ 0 ആണ്, ബട്ട് ആൽഫ ഈസ് 0.9. അപ്പൊ ഇത് ആക്ച്വലി ദിസ് ഈസ് ലൈക്ക് എ നോൺ റെഗുലറൈസ്ഡ് ഇലാസ്റ്റിക് നെറ്റ് മോഡൽ. അപ്പൊ അത് ഏതാണെന്നുള്ളത് we can actually from this 2211 combination it finds the best parameter from that. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ഈ ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗ് മെഷീൻസിനെ ഇത് പറ്റും. ഇപ്പൊ ഗ്രേഡിയന്റ് ബൂസ്റ്റിംഗിന്റെ നമുക്ക് പറഞ്ഞു ലൈക്ക് ഓപ്ഷൻസ് ഫോർ 4 ഡിഫറെന്റ് പാരാമീറ്റേഴ്സ്. അതും ഇങ്ങനെ നമുക്കൊരു ട്യൂൺ ഡോട്ട് GBM എന്ന് പറഞ്ഞൊരു ഇതിൽ നമുക്ക് ചെയ്യാം. ആൻഡ് വി ക്യാൻ ട്രെയിൻ ദ സെയിം തിങ് യൂസിങ് എ GBM. അപ്പൊ അതിന് നമ്മൾ ഈ മെത്തേഡ് ഈക്വൽ ടു GBM എന്ന് പറഞ്ഞു കൊടുക്കുക, ട്യൂൺ ഗ്രിഡ് ട്യൂൺ ഡോട്ട് GBM, ആൻഡ് ഇറ്റ് വിൽ റൺ. ഇതും കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇതിന് ഒത്തിരി ഞാൻ കൊടുത്തിട്ടില്ല, കാരണം അത് ഒത്തിരി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇറ്റ് മൈ ടേക്ക് ലോട്ട് ഓഫ് ടൈം, നോട്ട് ലൈക്ക് ഫ്യൂ മിനിറ്റ്സ് ഓഫ് ടൈം. സോ അതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ. അതായത് ട്യൂണിങ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മൾ ഈ ഫംഗ്ഷൻ ഒക്കെ കാണുമ്പോൾ, നമ്മൾ ക്യാരറ്റിന്റെ ഡോക്യുമെന്റേഷൻ ഒക്കെ വായിക്കുമ്പോൾ, വാട്ട് എവർ ദാറ്റ് goes into the machine, into the train function are all default parameters. അതിന്റെ അത് നമ്മൾ കണ്ടു. ഇപ്പൊ റാൻഡം ഫോറസ്റ്റ് ഒക്കെ ആണെങ്കിൽ ബൈ ഡിഫോൾട്ട് തന്നെ അവർ 2, 6, 10 അങ്ങനത്തെ നമ്പർ ഓഫ് ട്രീസ് വെച്ച് ട്രെയിൻ ചെയ്യിക്കുന്നുണ്ട്.
but always remember that you might be able to improve your model training by specifying your custom parameters. ഭയങ്കരമായ വ്യത്യാസമൊന്നും ഒരിക്കലും കിട്ടത്തില്ല, പലപ്പോഴും കിട്ടത്തില്ല. പക്ഷേ അതായത് ഈവൻ ഒരു 1% അല്ലെങ്കിൽ ഒരു 0.5% ഇമ്പ്രൂവ്മെന്റ് എന്നൊക്കെ പറയുന്നത് അത് ചിലപ്പോൾ അപ്പൊ അതുകൊണ്ടാണ് അത് ഈ ട്യൂൺ ചെയ്യാന്ന് ഇത് പറയുന്നത്. അപ്പൊ അത് ട്യൂൺ ചെയ്ത് ബെസ്റ്റ് പാരാമീറ്റർ കണ്ടുപിടിച്ച് വി ക്യാൻ ജസ്റ്റ് യൂസ് ദാറ്റ് മോഡൽ ഫോർ ദ പ്രെഡിക്ഷൻസ്. ഓക്കെ, ഇതൊക്കെയാണ് ഈ ഒരു ബേസിക് ലെവലിലുള്ള, ബേസിക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മൾ കുറച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ കാരറ്റ് പാക്കേജോ അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് ഇൻ ആർ എന്ന് പറയുന്ന ആ ബുക്ക്, അതിൻ്റെ അകത്തും ഒത്തിരി ഡീറ്റെയിൽസ് കാണേണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഒരു സെക്ഷൻസിൽ നിന്ന് ചെറിയൊരു ഐഡിയ കിട്ടി കാണാം. അറ്റ്ലീസ്റ്റ് യു നോ വാട്ട് ടു ലുക്ക് ഫോർ ഓർ മൈറ്റ് അണ്ടർസ്റ്റാൻഡ് സം ടൈംസ്. അപ്പൊ അതായിരുന്നു ഇതിന്റെ ഒരു ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഇതുവരെയാണ്. അപ്പൊ നമ്മൾ ആക്ച്വലി ഇതിന്റെ ഒരു അവസാനത്തെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ, ഞാനത് നേരത്തെ ഇത് കമ്പയർ ചെയ്തു, നമുക്കത് സമയമില്ലാത്തതുകൊണ്ടാണ് അത് പറഞ്ഞത്. ആക്ച്വലി നമ്മൾ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴും ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഐ ആക്ച്വലി ഗോട്ട് ദ ബെറ്റർ പ്രെഡിക്ഷൻ വിത്ത് ബെറ്റർ പെർഫോമൻസ് ഇൻ ടേംസ് ഓഫ് സെൻസിറ്റിവിറ്റി. ആൻഡ് ഇവിടെ നമുക്ക് കൂടുതലും കിഡ്നി പേഷ്യൻസിനെ മാക്സിമം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ നെഗറ്റീവ് കേസിനെ നമ്മൾ കരുതുന്നില്ലെങ്കിൽ, ഇഫ് വി ആർ കെയറിംഗ് അബൌട്ട് ദ സെൻസിറ്റിവിറ്റി, വി ഫൈൻഡ് ദാറ്റ് അവർ GLM net model is performing the best in the best manner. പക്ഷെ അതേസമയം ഇഫ് വി ആർ ഓൺലി കെയറിംഗ് അബൌട്ട് അക്യുറസി, then this gradient boosting machine was the best one, this 81%. അത് എന്റെ എക്സ്പീരിയൻസിലും പലപ്പോഴും ഈ GBM ആണ് എപ്പോഴും ഈ അക്യുറസിയിലൊക്കെ. ഈ ക്ലാസിക്കൽ മെഷീൻ ലേണിംഗിൽ ഡീപ് ലേണിംഗ് മൈറ്റ് ഗിവ് ഈവൻ ബെറ്റർ റിസൾട്ട്സ്. പക്ഷെ അത് വലിയ നിർബന്ധമൊന്നുമില്ല. പക്ഷെ എമംഗ് ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് മോഡൽസ്, അതായത് ലോജിസ്റ്റിക് റിഗ്രഷൻ, റാൻഡം ഫോറസ്റ്റ്, അതെല്ലാം ഈ ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് മോഡൽസ് എന്ന് പറയുന്നത്, അതിൻ്റെ അകത്ത് പലപ്പോഴും നമുക്ക് എപ്പോഴും ഒരു മോശമല്ലാത്ത റിസൾട്ട് എപ്പോഴും തന്നെ ഗ്യാരണ്ടീഡ് ആണ് ഈ GBM ഉപയോഗിക്കുന്നത്. പിന്നെ അതിന്റെ ഈ കമ്പ്യൂട്ടേഷണൽ എഫിഷ്യൻസി ഒക്കെയാണ് കുറച്ച് പ്രശ്നമായിട്ടുള്ളത്. ഓക്കെ, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടോ? നമ്മൾ ഓൾറെഡി 10 മിനിറ്റ് ഇത് കഴിഞ്ഞു പോയി. ക്വസ്റ്റ്യൻ ഇല്ല, നല്ലൊരു കമന്റ്. അത് ഓൾമോസ്റ്റ് മജോറിറ്റി ഓഫ് ദി കൺസെപ്റ്റ് കവർ ചെയ്തു. കാരണം ബേസിക് മെഷീൻ ലേണിംഗ് കൺസെപ്റ്റുകളെല്ലാം നല്ലപോലെ കവർ ചെയ്തിട്ടുണ്ട്. താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നല്ലതായിരുന്നു ഡെനിസ്. പക്ഷെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും മനസ്സിലായില്ല, എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു ബ്രോഡ് ഐഡിയ കിട്ടി. അതാ അത് നീ തന്നെ പറയുന്നത്, ഒരു കുറച്ച് ബ്രെഡ് ക്രംബ് പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് നമുക്ക് ഏതെങ്കിലും ഒരു മെഷീൻ ലേണിംഗിന്റെ ബുക്ക് എല്ലാം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാകും. നേരത്തെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ പോകുകയാണ്. അത് തന്നെയാണ്. അല്ലാതെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് വലിയ പാടാ. ഇതിന്റെ അഡ്വാൻറ്റേജ് വേറൊരു ഡിസ്കഷനിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. എക്സാക്ട്ലി. ഇതേ സബ്ജക്ട് തന്നെ കഴിഞ്ഞ ആഴ്ച ഞാൻ വേറൊരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത കാരണം എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഒരാഴ്ച തന്നെ ഇത് നമ്മൾ പല പ്രാവശ്യം പല ക്ലാസ്സുകളോ ഡിസ്കഷനിലോ പങ്കെടുക്കുകയാണെങ്കിൽ ക്യാപ്ചർ ചെയ്യാൻ എളുപ്പമായിരിക്കും. പങ്കെടുക്കുമ്പോൾ ഇച്ചിരി ഇന്റലിജന്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ചോദ്യം ചോദിക്കാനെങ്കിലും പറ്റും. ശരിയാ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.